السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد فاتقوا الله يا عباد الله. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അഹമ്മു അസ്ബാബിൽ ഖിലാഫി ബൈന അസ്ഹാബിൽ മൻഹജിൽ വാഹിദി വതുറുഖു ഇലാജിഹി. ഒരേ മൻഹജിൽപ്പെട്ട ആളുകളുടെ ഖിലാഫിനുള്ള കാരണങ്ങൾ, ആ ഖിലാഫിനെ എങ്ങനെ ചികിത്സിക്കാം, എന്താണ് ആ ഖിലാഫിൽ നിന്ന് വഴിമാറി ഐക്യത്തിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെടുക എന്നുള്ളതാണ് ഷെയ്ഖ് പറഞ്ഞു വെക്കുന്നത്. അതിലൊന്നാമത്തേത്, ഏറ്റവും അടിസ്ഥാനപരമായ വിഷയം ഖിലാഫ് ഉണ്ടാകാനുള്ള കാരണം. അതിലാദ്യം കുറച്ച് മുഖദ്ദിമകൾ പറയുന്നുണ്ട്. അതായത് ഈ ഖിലാഫ് എന്നത് മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ശത്രുക്കൾക്ക് എന്ത് ചെയ്യലാണ്, വടിവെച്ച് കൊടുക്കലാണ്. അതോടൊപ്പം തന്നെ നമ്മളൊന്ന് ഇരുന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, ആ ഖിലാഫിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ കാര്യങ്ങളായിരിക്കും, നിസാരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും എന്ത് ചെയ്യാം ആ ഖിലാഫിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടാവുക. അതോടൊപ്പം തന്നെ ആ നിസാരമായ കാര്യം ദീനിൽ എന്താണ് അതിൻ്റെ നിലപാട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് കാര്യം വ്യക്തമാവും ചെയ്യും. പക്ഷെ എന്ത് ചെയ്യൂല, ദീനിലേക്ക് അതിൻ്റെ നിലപാട് പല ആളുകളും മടക്കൂല. അതിൽ ഒന്നാമത്തെ ഖിലാഫിനുള്ള, ഒരേ മനഹജിൽപ്പെട്ട ആളുകൾക്കിടയിൽ ഖിലാഫിനുള്ള ഒന്നാമത്തെ കാരണം, അടിസ്ഥാന കാരണമെന്നുള്ളത് ലർബു നുസൂസിൽ കിതാബി വസ്സുന്നതി ബഅദിഹാ ബിബഅദിൻ. പരസ്പരം ഖുർആനും സുന്നത്തും എന്ത് ചെയ്യാം, ഒരാൾ ഒരായത്ത് ഓതുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഒരു കാര്യം സ്ഥാപിക്കുന്നു. മറുപക്ഷത്തുള്ള ആൾ മറ്റൊരായത്ത് ഓതുന്നു, അതിനെതിരെയുള്ളത് സ്ഥാപിക്കുന്നു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വിഷയത്തിൽ തന്നെ സലഫികൾ തന്നെ എന്തുണ്ടാവും, രണ്ടഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവും ഒരേ വിഷയം. പക്ഷെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഒരു കൂട്ടം ആളുകൾക്ക് ഒരഭിപ്രായം കണ്ടിട്ടുണ്ടാവുള്ളൂ. ആ അഭിപ്രായം വെച്ചിട്ട് എന്ത് ചെയ്യും, ഈ കൂട്ടരെ വിധിക്കും. ഈ കൂട്ടരെന്ത് ചെയ്യും, നേരെ ഓപ്പോസിറ്റുള്ള അഭിപ്രായമായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക, അവലംബിച്ചിട്ടുണ്ടാവുക. അപ്പം മൊത്തത്തിൽ എല്ലാ അഭിപ്രായങ്ങളും നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവിടെ ഖിലാഫ് കഴിഞ്ഞു, ഖിലാഫിന് എന്തില്ല, വകയില്ല. പക്ഷെ ഇവർക്ക് കുറച്ചേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ആ കുറച്ച് കിട്ടിയതിൽ കൊണ്ട് എന്ത് ചെയ്യും, പരസ്പരം പോരടിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകാറുള്ളത്. അത് പലപ്പോഴായിട്ട് നമ്മുടെ ദഅവത്തിൻ്റെ മേഖല നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ആദ്യം എന്ത് ചെയ്യും, നമ്മൾ കുറച്ച് ഇങ്ങനെ ജസ്റ്റ് തന്നെ എന്ത് ചെയ്യും, പെട്ടെന്ന് സെർച്ച് ചെയ്യും, ഗൂഗിളിൽ സെർച്ച് ചെയ്യും, സംഭവം കിട്ടി. അപ്പോൾ എന്താണ്, നേരെ ഫത്വയൊക്കെ ഇട്ട് ഒക്കെ തെറ്റാണ്, നിങ്ങൾ പറഞ്ഞൊക്കെ തെറ്റാണെന്ന് പറയും. അങ്ങനെ ഒരു 4-5 ദിവസമൊക്കെ കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് അവരെന്ത് ചെയ്യും, അവർ കൊണ്ടിടും. അപ്പോൾ ഒക്കെ എന്ത് ചെയ്യും, പണ്ട് പറഞ്ഞൊക്കെ ഡിലീറ്റ് ആക്കും, നമുക്കും ബോധ്യപ്പെടും. ഇത് ഒരുപാട് തവണ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് തവണ ഈ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതാണ്, നമുക്കെന്തില്ല, ഒരു അവധാനതില്ല. ഒരു വിഷയം കിട്ടുമ്പോൾ തന്നെ ഒറ്റ സെർച്ചിൽ നമ്മൾ എന്ത് ചെയ്യും, കാര്യം തീരുമാനമാക്കും. അപ്പോൾ അതൊരിക്കലും എന്തല്ല, ശരിയായ നിലപാടല്ല. ഒരു മസ്അല വിശകലനം ചെയ്യാന്ന് പറയുമ്പോൾ അത് ഒരു ദിവസം കൊണ്ട് വിശകലനം ചെയ്യേണ്ട കാര്യമല്ല. കാരണം നമ്മൾ ഒരു കൂട്ടർക്കെതിരെ വിധിക്കുകയാണല്ലോ, പറഞ്ഞത് ശരിയല്ല. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് സലഫികളുടെ അഭിപ്രായങ്ങൾ എന്നെന്ത് ചെയ്യണം, പഠിക്കണം, പഠനവിധേയമാക്കണം. ഒക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ കാര്യം തീരുമാനിക്കേണ്ടത്. അപ്പോൾ എപ്പോഴും ഖിലാഫ് ഉണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു വിഭാഗം ഇവർ ശരിയല്ല എന്ന് പറയും, എന്നിട്ട് ഒരുപാട് സലഫുകളുടെ ഉദ്ധരണി കൊണ്ടുവരും. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, വേറെ സലഫുകൾ ഇതിനെതിരായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മുടെ മനസ്സിലേക്ക് എന്ത് ചെയ്യണം, അന്വേഷിക്കണം. അപ്പോൾ എപ്പോഴും ഒരു ഭാഗം കേൾക്കുമ്പോൾ അതിൻ്റെ മറുഭാഗത്തിൽ എന്തെങ്കിലും അഭിപ്രായം വന്നിട്ടുണ്ടോ എന്ന ആലോചന എന്ത് ചെയ്യണം, നമ്മുടെ മനസ്സിലേക്ക് പോകണം എന്നാണ് ഷെയ്ഖ് പറഞ്ഞു വെക്കുന്നത്. വഹാദാ ജഹ്ലുൻ ബിൽ മുഹ്കമി വൽ മുതശാബിഹ് മിനൽ ഖുർആനി വസ്സുന്നഹ് ബൽ വബിബഅലി അഖ്വാലി സലഫ്. ഇങ്ങനെ ഉണ്ടാകാനുള്ള കാരണം എന്താ, ഒന്ന് ഖുർആനുമായിട്ടുള്ള സുന്നത്തുമായിട്ടുള്ള ജഹ്ലാണ്. മൊത്തം ഖുർആനിൻ്റെ എല്ലാ ആയത്തുകളും പരിശോധിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും, കാര്യം ക്ലിയർ ആവും. പക്ഷേ ചില ഭാഗങ്ങൾ മാത്രം പരിശോധിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കും. അതോടൊപ്പം തന്നെ അഖ്വാലു സലഫ്, സലഫുകളുടെ സംസാരങ്ങളും എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, നമ്മൾ ജമഅ ചെയ്തിട്ടുണ്ടാവില്ല, എല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നിട്ടുണ്ടാവില്ല. അതും എന്താണ്, ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. എന്നിട്ട് ഷെയ്ഖ് ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഷെയ്ഖ് പറഞ്ഞു വെക്കുന്നത്, ഫഅഹ്ലു സുന്നത്തി വൽ ജമാഅത്തി യൻളുറൂന ഇലാ മജ്മൂഇ അഖ്വാലി സലഫ്. അഹ്ലു സുന്ന വൽ ജമാഅ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സലഫുകളുടെയും കൗലിലേക്ക് എന്ത് ചെയ്യും,
അവർ നോക്കും. വ മജ്മൂഇ അമാലിഹിം, അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലേക്കും. ലിഅന്ന അല്ലാഹ ലം യജ്അലിൽ ഇസ്മത ലിവാഹിദിൻ മിൻഹും ബിഐനിഹി, കാരണം അഹ്ലുസുന്ന എന്തല്ല, അതായത് ഒരു കുറച്ചു കൂട്ടം ആളുകൾക്ക് മാത്രമാണ് എന്ത് ശരിയായ നിലപാട് എന്നല്ല അഹ്ലുസുന്ന പറയുന്നത്. അഹ്ലുസുന്നൻ്റെ അടിസ്ഥാന കായികയാണ് മൊത്തത്തിൽ അഹ്ലുസുന്ന എന്ത് ചെയ്യൂല, തെറ്റൂല. മൊത്തത്തിൽ അഹ്ലുസുന്ന പഴക്കൂല. അപ്പോൾ മൊത്തത്തിൽ പഴക്കൂല എന്ന് പറയുമ്പോൾ മൊത്തത്തിലുള്ള അഭിപ്രായം എന്ത് ചെയ്യണം, നമ്മൾ അറിയണം. മൊത്തത്തിലുള്ള അഭിപ്രായം നമ്മൾ അറിയണം. മൊത്തത്തിൽ എല്ലാ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരും തെറ്റായ ഒരു അഭിപ്രായം പറയുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാവില്ല. കാരണം അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്, അത് സംരക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അള്ളാഹു സംരക്ഷണം ഏർപ്പെടുത്തിയ വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഇന്നല്ലാഹ ഖദ് അജാറ ഉമ്മത്തി മിൻ അൻ തജ്തമിഅ അലാ ളലാല, ളലാലത്തിൽ ഉമ്മത്ത് ഒരുമിക്കുക എന്നതിനെ തൊട്ട് അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്, സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ളലാലത്തിനെ തൊട്ട് ഉമ്മത്ത് എന്ത് ചെയ്യൂല, ഒരുമിക്കൂല. ഉമ്മത്ത് ഒരുമിക്കൂല എന്ന് പറയുമ്പോൾ ആ ഉമ്മത്ത് എന്താണ് ആ വിഷയത്തിലെടുത്ത നിലപാടെന്ന് എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. എല്ലാ കോണിൽ നിന്നും എന്ത് ചെയ്യണം, അപ്പോൾ വായിക്കേണ്ടി വരും. ഒരു പുസ്തകം വായിച്ചാൽ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റൂല, ആ വിഷയത്തിൽ നിലപാടെടുക്കാൻ സാധിച്ചുകൊള്ളുന്നില്ല. പിന്നെയും എന്ത് ചെയ്യണം, വായിക്കണം. അപ്പം അങ്ങനെ പൂർണ്ണമായി വായിച്ച് വളരെ നീതിയോട് കൂടിയിട്ടായിരിക്കണം എന്ത് നമ്മൾ കാര്യം പറയേണ്ടത്. അതാണ് നമ്മൾ ആദ്യം ഓതി വെച്ച ആയത്ത്, ഇഅ്ദിലു, നിങ്ങൾ എന്ത് ചെയ്യണം, നീതി പാലിക്കണം, നിങ്ങൾ നീതിയോടുകൂടിയായിരിക്കണം വർത്തിക്കേണ്ടത് എന്ന് പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം തന്നെ ഷെയ്ഖ് എന്നിട്ട് പറയാണ്, ഇങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, ഫഖദ് യഅതി ബഅ്ലുൽ മുതആലിമീൻ, ചില മുതആലിമീങ്ങൾ വരും. മുതആലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൻ പഠിച്ചിട്ടുണ്ടാവില്ല, മുതഅല്ലിമല്ല. നമ്മുടെ നാട്ടിൽ മുതഅല്ലിം എന്നാണ് പറയുക. ഇത് മുതആലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാത്തൊരുത്തൻ പഠിച്ചതുപോലെ എന്ത് ചെയ്യുക, അഭിനയിക്കുക. ഓൻ പഠിച്ചിട്ടുണ്ടാവില്ല, എന്നാൽ പഠിച്ചതുപോലെ എന്ത് ചെയ്യും, അഭിനയിക്കും. അവൻ്റെ വസ്ത്രത്തിലുണ്ടാവും, അവൻ്റെ ചിലപ്പോൾ സംസാരത്തിൽ നമുക്ക് തോന്നും എന്തൊക്കെയുണ്ട് എന്ന് തോന്നും. എന്നാൽ അവൻ പഠിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാലോ അവൻ പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, എന്നാൽ പഠിച്ചതുപോലെ എന്ത് ചെയ്യും, അഭിനയിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ വരും. എന്നിട്ടോ ഫയജിദു കൗലൻ, ഒരു കൗലൻ എന്ത് ചെയ്യും, ഓൻ കാണും. ഫയുഹാബിലു അൻ യഹ്മില നാസ അലൈഹി, എന്നിട്ട് എന്ത് ചെയ്യും, ജനങ്ങളൊക്കെ ആ കൗലിലിട്ടിട്ടായിരിക്കും ഓൻ എന്ത് ചെയ്യുക, ഓന് വിധിക്കുക. വയുലല്ലിലു മൻ ഖാലഫഹു, അതിനോടെതിരായ ആൾക്കാരെന്ത് ചെയ്യും, വഴിവയ്പ്പിക്കും. ഓന് വഴിവെച്ചു പോയിട്ടുണ്ട് എന്ന് പറയും. വലൗ ളറബ ബിഹി ബഖിയത അഖ്വാലി സലഫ്, എന്നിട്ട് എന്ത് ചെയ്യും, ഓനിത് ബാക്കിയുള്ള ആളെ ളലാലത്തിലാക്കുമ്പോൾ, വഴികേടിലാക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, ഇവിടെ ബാക്കിയുള്ള സലഫുകളെയും ഓൻ എന്ത് ചെയ്യുന്നുണ്ട്, വഴിവയ്പ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ബാക്കിയുള്ള സലഫുകളും പുറത്തു പോയിട്ടുണ്ട് എന്ന വാദമാണ് ഓൻ പറഞ്ഞു വെക്കുന്നത്. ഇത് ഇങ്ങനെ ചെയ്യുക എന്നുള്ളത് മുഹ്കമിനെ ഒഴിവാക്കിയിട്ട് മുത്തശാബിഹിനെ പിന്തുടരുന്ന പരിപാടിയാണെന്നാണ്. മുഹ്കമിനെ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക, മുത്തശാബിഹിനെ പിൻപറ്റുന്ന പരിപാടിയാണ് എന്ന് ഷെയ്ഖ് സ്ഥാപിച്ചിട്ട് ആയത്തോതാണ്, ഫഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഗുൻ ഫയത്തബിഊന മാ തശാബഹ മിൻഹു ഇബ്തിഗാഅൽ ഫിത്ന വബ്തിഗാഅ തഅവീലി. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്, ഫിത്ന ഉണ്ടാക്കാനാണ്. ഇങ്ങനെ ചെയ്യുന്നത് ഫിത്ന ഉണ്ടാക്കാനാണ് എന്നാണ് ഷെയ്ഖ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാരണം നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണിത്. സലഫികൾക്കിടയിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ആ വിഷയത്തിൽ എല്ലാ സലഫി ഉലമാക്കളും അതേ അഭിപ്രായക്കാരാണോ അല്ലേ എന്നെന്ത് ചെയ്യണം, നമ്മൾ നോക്കണം. ഒന്നാമതായി നമ്മൾ എന്ത് വിഷയത്തിലും സലഫികൾക്കിടയിൽ പ്രശ്നം ഉണ്ടായാൽ ആദ്യം ചെയ്യേണ്ടതാണ് ഈ വിഷയത്തിൽ എല്ലാ ഉലമാക്കളും ഒരേ അഭിപ്രായക്കാരാണോ എന്ന് നോക്കണം. രണ്ടാമത്തെ പ്രശ്നമായിട്ട് ഷെയ്ഖ് പറയുന്നത്, അപ്പോൾ ഒന്നാമത്തെ പ്രശ്നം എന്താ, ജംഅ ചെയ്യൂല, എല്ലാ അക്വാലുകളും ജംഅ ചെയ്യാത്ത വിധിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രശ്നം തതബ്ബുഉ സല്ലാത്തിൽ ഉലമാഇ ബിൽ ഇഫ്റാത്തി ഔ തഫ്രീത്ത്, ഉലമാക്കളുടെ തെറ്റ് എന്ത് ചെയ്യുക, ചുഴിന്നന്വേഷിക്കുക. ഇതാണ് രണ്ടാമത്തെ തെറ്റ് എന്നുള്ളത്. അതായത് എന്തിന്, മൻഹജിൽ ഒരേ മൻഹജിലുള്ള ആളുകൾ പരസ്പര ഒരുപാട് ഗ്രൂപ്പുകളായി മാറാനുള്ള രണ്ടാമത്തെ കാരണം ഉലമാക്കളുടെ തെറ്റ് കണ്ടെത്തും, അത് ഹൈലൈറ്റ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഇമ്മാ ബിസബബി തഅസ്സുബാണ്, പക്ഷാപാതമാണ്. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലേക്ക് ചേർന്നിട്ട് അവരിലേക്ക് ചേർന്നിട്ട് എന്താ അഭിപ്രായം പറയാം. ഔ ബിസബബി ഖാഇദത്തി ഖാലിഫ് തുഅറഫ്, ഇത് പല ആളുകൾക്കുള്ള ഒരു അടിസ്ഥാനമാണ്. ഖാലിഫ്, ഒരാളോട് എതിരാവുക, എങ്ങനെ എതിരായാലും എന്താവും, തുഅറഫ്, നീ അറിയപ്പെടും. അപ്പോൾ ചില ആൾക്കാർ അങ്ങനെയാണ്, ഓൻ്റെ നിലപാട് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ എതിരാണ്, നമ്മളെന്താണോ അതിന് നേരെ എന്ത് ചെയ്യും, ഓൻ നിൽക്കും. ഇനി വേറൊരുത്തൻ്റെ അടുത്ത് പോയാലോ ഓനേതാണോ ഓനക്കെതിരെന്ത് ചെയ്യും, ഓന് നിൽക്കും. അപ്പം അങ്ങനെയാണ് ചില ആൾക്കാരുടെ അവസ്ഥ. ഔമിൻ അജലി ഷുഹുറ, അതല്ലെങ്കിൽ ഷുഹുറത്തിന് വേണ്ടിയിട്ടാണ്, പ്രസിദ്ധി കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, ഉലമാക്കളെ ഓന് നിന്ദിക്കുക, അതല്ലെങ്കിൽ തെറ്റുകൾ ചുഴിഞ്ഞന്വേഷിച്ചിട്ട് അത് പ്രചരിപ്പിക്കുക. അപ്പോൾ അത് ഭയങ്കര പ്രശ്നമുള്ള വിഷയമാണ്. അത്
ഭയങ്കര പ്രശ്നമുള്ള വിഷയമാണ്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാമൂസ ഹഫിളഹുല്ല അദ്ദേഹത്തിൻ്റെ ജഗലു അദ്ദുആത്ത് എന്ന ഒരു പുസ്തകം, അതിൽ പറഞ്ഞു വെക്കുന്ന വിഷയമാണ് ചില അസാഹിറുകൾ, ചില ചെറുപ്പക്കാരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വലിയ ആളുകൾ എന്ത് ചെയ്യും, തിരുത്തും. എന്തിനാ തിരുത്തുന്നതെന്ന് ചോദിച്ചാൽ തിരുത്താൻ വേണ്ടിയിട്ടല്ല തിരുത്തുന്നത്, മറിച്ച് അദ്ദേഹത്തിൻ്റെ സ്ഥാനം എന്ത് ചെയ്യണം, ബാക്കിയുള്ള ആളുകൾക്കിടയിൽ കുറയണം. അദ്ദേഹത്തിൻ്റെ സ്ഥാനം കുറഞ്ഞു കഴിഞ്ഞാൽ ആര് കയറും? ഈ പറഞ്ഞ ഈ ചെറുപ്പക്കാരൻ എന്ത് ചെയ്യും, കയറും. അതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ചില ദാഇകൾ അങ്ങനെ ചെയ്യാറുണ്ട്. അത് സൂക്ഷിക്കണം, ദഅവത്തിൽ വരുന്ന ഏറ്റവും വലിയ പോരായ്മയാണ് എന്ന് ഷെയ്ഖ് പറഞ്ഞു വെക്കുന്നുണ്ട്. അതിൽ ആ കിതാബിൽ മൊത്തം ദാഇകൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് പറഞ്ഞിട്ട് എടുത്തു കൊടുക്കുന്ന വിഷയമാണ് എന്ത്, ഈ പറഞ്ഞ കാര്യം. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അസാഹിറാണ്, ദഅവത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടൊക്കെ എന്ത് ചെയ്യണം, കാര്യം തീരുമാനിക്കേണ്ട വിഷയമാണ്. എന്നിട്ട് ഷെയ്ഖ് പറഞ്ഞു വെക്കുന്നത് ഫൽവാജിബു അലാ തുല്ലാബിൽ ഇൽമി അൻ യസ്ലുകൂ മസ്ലക സലഫി സ്വാലിഹി ഫി ഹാദിഹിൽ മസ്അല. ഈ മസ്അലയിൽ പണ്ഡിതന്മാരുടെ തെറ്റുകളൊക്കെ ഇങ്ങനെ അന്വേഷിച്ചു പോകുന്ന വിഷയം, ഈ വിഷയത്തിൽ എന്ത് ചെയ്യണം, സലഫു സ്വാലിഹുകളുടെ നിലപാട് എന്താണ്, അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ബി അൻ യഹ്തരിമു അൽ ഉലമ, ഉലമാക്കൾ എന്ത് ചെയ്യണം, ആദരിക്കണം. വയുജില്ലൂഹും വയുവഖിറൂഹും, അവരെ ബഹുമാനിക്കണം. വയഹ്ഫളു കറാമത്തഹും, അവർക്കുള്ള ആദരവ് നമ്മൾ എന്ത് ചെയ്യണം, സംരക്ഷിക്കണം. വയുൻസിലൂഹും മനാസിലഹും, അവർക്ക് എന്തൊരു സ്ഥാനമാണോ നൽകേണ്ടത് ആ സ്ഥാനം നൽകണം. വ ഇൻ സദറത് മിൻഹും ബഅദു സല്ലാത്ത്, അവരിൽ നിന്ന് തെറ്റ് വന്നാലും ശരി അവർക്ക് നൽകേണ്ട സ്ഥാനം എന്ത് ചെയ്യണം, നൽകണം. ഇനി അതോടൊപ്പം തന്നെ ഇനി മറുപടി കൊടുക്കുകയാണെന്ന് തന്നെ കരുതിക്കോ, ശർഈയായ നിലക്ക് എങ്ങനെ കൊടുക്കണം മറുപടി, ശർഈയായ നിലക്ക് മറുപടി കൊടുക്കുകയാണെങ്കിൽ തന്നെ മഅത്തലത്തുഫ്, ലോലത ഉണ്ടാകണം. വൽ ഹിക്മ, ഹിക്മത്ത് ഉണ്ടാകണം. വൽ ബുഅദ് അനിസബ്, ചീത്ത പറയാൻ പാടില്ല. വശത്മ, മോശമായത് പറയാൻ പാടില്ല. അല്ലദീ ദഅബ അലൈഹിൽ ബഅദ്, ചില ആളുകൾ അങ്ങനെയാണ്, മറുപടി കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ചീത്ത പറയും, മോശമായത് സംസാരിക്കും. അപ്പം അങ്ങനൊന്നും ഉണ്ടാകാൻ പാടില്ല. ഹൈസു, എപ്രകാരം യഫ്റഹു ബിസല്ലത്തിൽ ആലിമി ഔ താലിബിൽ ഇൽം, ഒരു താലിബുൽ ഇൽമിൻ്റെയോ ആലിമിൻ്റെയോ തെറ്റ് കിട്ടിയാൽ എന്ത് ചെയ്യും, നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അന്നത്തെ ദിവസത്തേക്കുള്ളത് എന്ത് ചെയ്തു, കിട്ടിയെന്നാണ്. അപ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും അതിനായിട്ട് ചില ആൾക്കാർ എന്ത് ചെയ്യും, പാത്തിങ്ങനെ നിൽക്കും, എന്തെങ്കിലും ഒന്ന് ഇവിടുന്ന് കിട്ടുന്നുണ്ടോ എന്ന്. കിട്ടിക്കഴിഞ്ഞാൽ അപ്പം കട്ടയും, എന്നിട്ട് എന്ത് ചെയ്യും, അത് പ്രചരിപ്പിക്കും. അപ്പോൾ ഇതിൻ്റെ പേരെന്തല്ല, സലഫിയത്തല്ല എന്നാണ് ഷെയ്ഖ് പറഞ്ഞു വെക്കുന്നത്. ഇതിൻ്റെ പേര് സലഫിയത്തല്ല, സലഫിയത്തിലേക്ക് ഇതിനെ ചേർക്കാനേ പാടില്ല എന്നാണ് പറയുന്നത്. ഫഖദ് യജ്തഹിദുൽ ആലിമു ഫി മസ്അലത്തിൻ, ഷെയ്ഖ് പറയാൻ, ഒരു ആലിം എന്ത് ചെയ്യും, ഒരു മസ്അലയിൽ ഇജ്തിഹാദ് ചെയ്യും. ഫയുഖ്തിഉ ഫിഅ, തെറ്റ് സംഭവിക്കും. വറുബ്ബമാ ജാനബഹു സ്വവാബു വഖാലഫ ദലീൽ, ചിലപ്പോൾ തെളിവുകളോടെതിരായിരിക്കും ഷെയ്ഖ് സ്ഥാപിച്ച വിഷയം. ഫലാ യുത്തബഉ ഫി ഹാദിഹി സല്ല വലാ യുഹദ്ദറു മിൻഹു മിൻ അജ്ലിഹ, ഷെയ്ഖ് പറയാൻ, ആ തെറ്റിൽ എന്ത് ചെയ്യണ്ട, ഷെയ്ഖിനെ പിൻപറ്റണ്ട. പക്ഷെ എന്ത് ചെയ്യരുത്, ആ ഷെയ്ഖിനെ തഹ്ദീർ ചെയ്യാനും പാടില്ല, അദ്ദേഹത്തിൻ്റെ കേൾക്കരുത് എന്ന് പറയാനും പാടില്ല, അദ്ദേഹം സലഫിയത്തുനിന്ന് പുറത്തുപോയി എന്നൊന്നും പറയാനും പാടില്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ളയുടെ ഒരു വലിയ കോട്ടിങ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്, സലഫി ഉലമാക്കൾ അവരെന്ത് ചെയ്യാറുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ഡിതന്മാർക്ക് തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉദ്ർ കൊടുക്കും, അവർക്ക് എന്ത് ചെയ്യും, ഉദ്ർ കൊടുക്കും എന്നുള്ളതാണ്. വൻളുർ യാ റആകല്ലാ ഇലാ തആമുലി ഉലമാഇ അഹ്ലി സുന്നതി മഅ നവവി വബ്നി ഹജർ വബ്നി ഖുസൈമ അല്ലദീ ലഖബഹുൽ ഉലമാഉ ബി ഇമാമിൽ അഇമ്മ വഗൈരിഹിം, ഉമ്മത്തിലെ ഇമാമീങ്ങൾ എന്ന നാമകരണം ലഭിച്ച, എന്ന വിശേഷണത്തിന് അർഹരായവരാണ് ആര്, ഇമാം നവവി, ഇബ്നു ഹജർ, ഇബ്നു ഖുസൈമ റഹിമഹുമുല്ലാ. ഇവർക്കൊക്കെ എന്ത് സംഭവിച്ചിട്ടുണ്ട്, തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ചില വിഷയത്തിൽ അസ്മാഉ സിഫാത്തിൻ്റെ വിഷയത്തിലൊക്കെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ എന്താണ്, ലാക്കിൻ ലഹു മിനൽ ജുഹൂദി ഫിൽ ഇൽമി വഖിദ്മതി സുന്ന മാ നർജു അൻ തൻഗമിറ ഫീഹി ഹാദിഹിൽ ഹനാത്തു വസ്സല്ലാത്ത്. പക്ഷെ ആ തെറ്റുകളൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, അള്ളാഹു പുറത്തു കൊടുക്കാൻ സാധ്യത ഉണ്ട് എന്നാണ്. എന്തുകൊണ്ട്, അത്രയും വലിയ സേവനങ്ങളാണ് ഇസ്ലാമിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തത്, ഈ പറയുന്ന പണ്ഡിതന്മാരൊക്കെ ചെയ്തു വെച്ചത്. അപ്പോൾ അതൊക്കെ പുറത്തു കൊടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഉലമാക്കളൊക്കെ എന്ത് ചെയ്യുന്നത്, ഇപ്പോഴും അവരുടെ പുസ്തകം പഠിക്കുകയും അത് പഠിപ്പിക്കുകയും അത് തുല്ലാബുകൾക്കിടയിൽ വായിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് അത് കാരണത്താലാണ്. അപ്പോൾ അവിടെ ചെയ്യേണ്ട വിഷയം എന്നുള്ളത് വൽ തിമാസുൽ ഉദ്രിൽ ഉലമാ, ഉലമാക്കൾക്ക് എന്ത് ചെയ്യണം, ഉദ്ർ കണ്ടെത്തണം. അതോടൊപ്പം തന്നെ വഅദ്മു തതബ്ബുഇ അഫവാതിഹിം, അവരുടെ തെറ്റുകൾ ചുഴിന്നന്വേഷിച്ച് കണ്ടെത്താനും പോകാൻ പാടില്ല. ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇബ്നു ബാസ് റഹിമഹുല്ല, അദ്ദേഹം ഫത്ഹുൽ ബാരിക്ക് തഅലീഖ് ചെയ്യുന്ന സന്ദർഭത്തിൽ
ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടെന്നാണ്. ഇബ്നു ഹജർ റഹിമഹുല്ലക്ക് എന്തെങ്കിലും ചില ഇടത്തൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അത് കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല. ഇനി ചില പണ്ഡിതന്മാർ ഉദ്ർ കൊടുത്തതിന് ഉദാഹരണം, ഇതൊക്കെ ഈ ഉദാഹരണങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ അങ്ങനെ പ്രശ്നം നടക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, നേരിട്ട് വിമർശിക്കാൻ പറ്റൂല. ഉദ്ർ കൊടുക്കേണ്ട ഒരുപാട് അവസരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല അബി മൂസൽ മദീനി എന്ന പണ്ഡിതനെ തൊട്ട് ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം പറയാണ്, സമിഅ്തു ഖവ്വാമ സുന്ന അൽ അസ്ബഹാനി യഖൂൽ, അസ്ബഹാനി റഹിമഹുല്ല പറയുന്നതായി ഞാൻ കേട്ടു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അഖ്ത മുഹമ്മദ് ബിൻ ഹുസൈമ ഫി ഹദീഥി സൂറ. ഹദീഥു സൂറ, സൂറ എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്, ഹദീഥു സൂറത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു വിഷയമുണ്ട്, അഖീദയിലെ വിഷയമാണ്. ആ വിഷയത്തിൽ ആർക്ക് തെറ്റ് സംഭവിച്ചിട്ടുണ്ട്? ഇബ്നു ഹുസൈമക്ക് തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ തെറ്റിലുള്ള നിലപാടെന്താ? വലാ യുത്അനു അലൈഹി ബിദാലിക്, അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ പാടില്ല. ബല്ലാ യുഖദു അൻഹു ഹാദാ ഫഹസ്ബ്, എന്ത് ചെയ്യാതിരുന്നാൽ മതി, അദ്ദേഹത്തിൽ നിന്ന് ആ നിലപാട് എടുക്കാതിരുന്നാൽ മതി, അദ്ദേഹത്തെ എന്ത് ചെയ്യണ്ട, ആക്ഷേപിക്കണ്ട. എന്നിട്ട് അബൂ മൂസ റഹിമഹുല്ല പറയുന്നൊരു വർത്താനുണ്ട്, അഷാറ ബിദാലിക ഇല അന്നഹു ഖല്ല മിൻ ഇമാമിൻ വ ഇല്ല വലഹു സല്ല. തെറ്റില്ലാത്ത ഉലമാക്കളെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റൂല, വളരെ ചുരുക്കം ഉലമാക്കൾക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാവുള്ളൂ, തെറ്റൊന്നുമില്ലാത്ത ആലിമുകൾ ഉണ്ടാവുള്ളൂ. ഫഇദാ തുരിക ദാലികൽ ഇമാമു ലിഅജലി സല്ലതിഹി, തെറ്റ് കാരണത്താൽ ഒരു ഇമാമിനെ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ തുരിക കസീറും മിനൽ ഇമ്മ, എല്ലാ ഇമാമുമാരും ചെയ്യും, അധിക ഇമാമുമാരെയും ഒഴിവാക്കേണ്ടി വരും. വഹാദാ ലാ യംബഗി അൻ യുഫ്അൽ, ഇതെന്ത് ചെയ്യാൻ പറ്റൂല, നമുക്ക് ചെയ്യാൻ പറ്റൂല. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല പറയുന്ന വളരെ അർത്ഥവത്തായ നസീഹത്തുണ്ട്, അതും പറയുന്നത് യുവാക്കളോടാണ്. ഇന്ന അലാ ഹഉലാഇ ശബാബ് അൻ യഹ്മിലു മാ യജ്രി ബൈനൽ ഉലമാഇ മിനൽ ഇഖ്തിലാഫി അലാ ഹുസ്നിൻ നിയ്യ. ഉലമാക്കൾക്കിടയിൽ നടക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, അതൊക്കെ എന്ത് ചെയ്യണം, യുവാക്കൾ നല്ല നിയ്യത്തിലാണ് എന്ത് ചെയ്യേണ്ടത്, അതിനൊക്കെ വഹിപ്പിക്കേണ്ടത്. വഅലൽ ഇജ്തിഹാദ്, ഇജ്തിഹാദിൻ്റെ മേൽ. വഅൻ യഅ്ദുറൂഹും ഫീമാ അഖ്തഹു ഫീഇ, അവർക്ക് എന്ത് ചെയ്യണം, ഉദ്ർ നൽകണം. വലാ മാനിഅ അൻ യതകല്ലമു മഅഹും ഫീമാ യഅ്തഖിദൂന അന്നഹു ഖതഉൻ, അവരോട് സംസാരിക്കണം. അവർ തെറ്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അവരോട് നേരിട്ട് സംസാരിക്കണം. എന്തിനു വേണ്ടി? ലിയുബയ്യിനു ലഹും അലിൽ ഖതഉ മിൻഹും ഔ മിനല്ലദീന ഖാലു ഇന്നഹും അഖ്തഹു. അപ്പോൾ സംസാരിച്ചു കഴിഞ്ഞാൽ ബോധ്യപ്പെടും, അവർക്കാണോ തെറ്റ് സംഭവിച്ചത്, നമുക്കാണോ തെറ്റ് സംഭവിച്ചത്, എന്ത് ചെയ്യും, ബോധ്യപ്പെടും. ലിഅന്നൽ ഇൻസാന അഹ്യാനൻ യുതസവ്വറു അന്ന ഖൗലൽ ആലിമി ഖതഉൻ, ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ചിലപ്പോൾ തോന്നും, ചിലപ്പോൾ ഇങ്ങനെ പഠിച്ചു കഴിയുമ്പോഴൊക്കെ ചിലപ്പോൾ അത് വായിച്ചപ്പോൾ ഒക്കെ തോന്നാൻ സാധ്യത ഉണ്ട്, തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ മുനാഖഷ നടത്തി കഴിഞ്ഞാലോ ബോധ്യമാവും, അതായത് നമ്മുടെ അടുത്താണ് എന്ത് തെറ്റെന്ന് ചിലപ്പോൾ ബോധ്യമാകാൻ സാധ്യതയുണ്ട്. വൽ ഇൻസാനു ബഷർ, ഷെയ്ഖ് പറയാണ് മനുഷ്യനാണ്. കുല്ലു ബനി ആദമ ഖത്താഉൻ, എല്ലാ മനുഷ്യന്മാർക്കും എന്തെയും തെറ്റ് സംഭവിക്കും. വഖൈറുൽ ഖത്താഇന അത്തവാബൂൻ, തൗബ ചെയ്യുന്ന ആളുകളാണ്. എന്നിട്ട് ഷെയ്ഖ് പറയുന്ന വരി നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അമ്മ അൻ യഫ്റഹ ബിസല്ലത്തിൽ ആലിമി വഖതഇഹി, ഒരു ആലിമിൻ്റെ തെറ്റിലും വീഴ്ചയിലും സന്തോഷിക്കുക. എന്തിനാണ്? ലിയുഷീഅഹ ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ അത് പ്രചരിപ്പിക്കുക. ഫതഹ്സുലുൽ ഫുർഖ, അങ്ങനെ എന്ത് ചെയ്യും, വിഭജിക്കും, ടീമായി മാറും. ഫഇന്ന ഹാദാ ലൈസ മിൻ ത്വരീഖി സലഫ്, ഇതെന്തെല്ലാം സലഫുകളുടെ ത്വരീഖിൽപ്പെട്ടതല്ല എന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, തെറ്റ് സംഭവിച്ചു എന്ന് വിചാരിക്കാം, തെറ്റ് സംഭവിച്ചാൽ എന്ത് നിലപാടാണ് നമ്മൾ എടുക്കേണ്ടതെന്നാണ്. തെറ്റ് സംഭവിച്ചു, അപ്പോൾ തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എടുക്കേണ്ട ഒന്നാമത്തെ നിലപാട് തസ്ഹീഹുൽ ഖത, തെറ്റെന്ത് ചെയ്യുക, തിരുത്തി കൊടുക്കുക എന്നാണ്. ഇനി അദ്ദേഹം എത്ര വലിയ ആളാണെങ്കിലും നമുക്ക് ഹക്കിന് എന്ത് ചെയ്യാൻ പറ്റൂല, മാറ്റി നിർത്താൻ പറ്റൂല. അതാണ് ഷെയ്ഖ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല ഇബ്നു തൈമിയയെക്കുറിച്ച് പറയുന്നത്, ഷെയ്ഖുൽ ഇസ്ലാം അഹബ്ബു ഇലൈന, ഷെയ്ഖുൽ ഇസ്ലാമിനെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇബ്നു തൈമിയയെക്കുറിച്ച് ശിഷ്യം പറയാൻ, ഇബ്നുൽ ഖയ്യിം പറയാൻ, ഷെയ്ഖുൽ ഇസ്ലാമിനെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ അൽ ഹഖ്ഖു അഹഖ്ഖു അൻ യുത്തബ, ഹക്കാണ് പിൻപറ്റപ്പെടാൻ ഏറ്റവും അർഹമായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു നിലപാടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സ്വീകരിക്കേണ്ടത്. ഹക്കിനോടാണ് നമുക്കെന്ത് ബാധ്യത, ഹക്കിനോടാണ് പ്രതിബദ്ധത, വ്യക്തികളോടല്ല എന്ത് പ്രതിബദ്ധത ഉണ്ടാകേണ്ടത്. വ്യക്തികളോടുള്ള പ്രതിബദ്ധത എന്ത് ചെയ്യും, നമ്മെ മൻഹജിൽ നിന്ന് തന്നെ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് വ്യക്തിയെ എത്ര വലിയ വ്യക്തിയാകട്ടെ, വ്യക്തി വലിയ പ്രാസംഗികനാണ്, അതല്ലെങ്കിൽ നാട്ടിൽ കേളി കേട്ട ഒരാളാണെന്ന് തന്നെ വിചാരിച്ചോ, അതൊന്നല്ല നമ്മുടെ നിലപാടെന്നുള്ളത്. മറിച്ച് ഹക്കാണോ പറയുന്നത് എന്നെങ്കിലും ഓക്കെ, ഹക്കല്ലേ എന്നെങ്കിലും എന്തില്ല, എത്ര വലിയ ആളായാലും നമ്മൾ സ്വീകരിക്കൂല എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തേത് തിരുത്തി കൊടുക്കുക,
തിരുത്തി കൊടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത്, തിരുത്തി കൊടുക്കുന്ന സന്ദർഭത്തിൽ എന്തുദ്ദേശിക്കാൻ പാടില്ല? അദ്ദേഹത്തിൻ്റെ പോരായ്മയെ ലക്ഷ്യം വെക്കാൻ പാടില്ല. നമ്മുടെ നിയ്യത്ത് എന്ത് ചെയ്യണം? ഹക്ക് വെളിപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്. അതല്ലാതെ അദ്ദേഹത്തിന് തെറ്റ് പറ്റിയല്ലോ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് ചെറുതായി, അങ്ങനെ എന്ത് ചെയ്യാൻ പാടില്ല, മനസ്സിൽ തോന്നാനേ പാടില്ല എന്നാണ്. കാരണം നമ്മുടെ ഉദ്ദേശം എന്താ? ഹക്ക് എല്ലാവർക്കും ബോധ്യപ്പെടണം, ഹക്ക് ആളുകൾ സ്വീകരിക്കണം, ഹക്കിനോടായിരിക്കണം കൂറ് എന്നതാണ് നമ്മുടെ നിയ്യത്തായിട്ട് ഉണ്ടാകേണ്ടത്. അതല്ലാതെ ഒരാൾ ചെറുതാക്കുക, അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. വഹാദ തഖഉ മിൻ ഇൻസാനിൻ ഹാസിദിൻ, അസൂയുള്ള മനുഷ്യനിൽ നിന്നാണ് എന്ത് ചെയ്യുക? ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത്. വൽഇയാദു ബില്ലാഹ്, അള്ളാഹുവിനോട് ശരണം. യതമന്ന അൻ യജിദ ഖൗലൻ ലഈഫൻ ഔ ഖത ലിശഖ്സിൻ മാ ഫയൻഷുറഹു ബൈനന്നാസ്. ഷെയ്ഖ് പറയാണ്, ഇങ്ങനെയുള്ളൊരു പ്രവർത്തനത്തിൽ നിന്ന് അള്ളാഹുവിനോട് ശരണം തേടുകയാണ്. എങ്ങനെ? എന്തെങ്കിലും ദുർബലമായ കൗൽ ഒരാൾ പറയാൻ വേണ്ടി കാത്തു നിൽക്കുക, എന്നിട്ടോ അത് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുക എന്നുള്ളത്. അൽ മുഹിം അൻ യകൂന ഖസ്ദുക മിനൽ ബയാനി ഇൽഹാറുൽ ഹഖ്, ഹക്ക് ബോധ്യപ്പെടുത്തുക എന്നുള്ളതായിരിക്കണമെന്ത് നിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം. എന്നിട്ട് പറയാൻ, നീ ഇങ്ങനെ ഒരാളുടെ തെറ്റുകളും അയൂബുകളും ചുഴിന്നന്വേഷിച്ച് നടക്കുകയാണ് എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, മൻ തതബ്ബഅ ഔറത അഖീഹി തതബ്ബഅ അല്ലാഹു ഔറതഹു. ഒരു സഹോദരൻ്റെ ഔറത്ത്, അവൻ്റെ തെറ്റുകൾ ഇങ്ങനെ അന്വേഷിച്ച് നടന്നു കഴിഞ്ഞാൽ അല്ലാഹ് എന്ത് ചെയ്യും? ഓൻ്റെ തെറ്റുകൾ അല്ലാഹ് പുറത്തു കൊണ്ടുവരുന്നതാണ്. ഫളഹഹു വലൗ ഫി ജൗഫി ബൈതിഹി, അവൻ്റെ വീടിൻ്റെ അകത്തളത്തിലാണെങ്കിൽ എന്ത് ചെയ്യും? ഓൻ അല്ലാഹ് മോശാക്കുന്നതാണ്, ഓൻ അല്ലാഹു മോശാക്കാതിരിക്കുകയില്ല. ഫഇദാ അസർത അലാ വഹ്മി ആലിമിൻ ഹാവിൽ അൻ തദ്ഫഅ ലൗമാൻ. അതുകൊണ്ട് ഒരു പണ്ഡിതനിൽ നിന്ന് തെറ്റ് കണ്ടു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യണം? അദ്ദേഹത്തെ സംരക്ഷിക്കണം. അതോടൊപ്പം തന്നെ ഉമ്മത്തിനോട് നസീഹത്തുള്ള ആളായിട്ട് എന്ത് ചെയ്യണം? നീ മാറണം എന്നാണ് ഷെയ്ഖ് പറഞ്ഞു വെക്കുന്നത്. അലാ ഫൽയത്തഖില്ലാഹ് കുല്ലു മൻ തുസവ്വിലു ലഹു നഫ്സുഹു ഇന്തിഹാക അഅറാദിൽ ഉലമ വസറഅൽ ഫിത്നതി ബൈനൽ മശായിഖ് വതുല്ലാബിൽ ഇൽം വസ്തിഗ്ലാലി ബഅലി സല്ലാത്തി വൽ അഖ്താ ഔ മാ യുതവഹമു അന്നഹു ഖതഉൻ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ എന്ത് ചെയ്യണം? വിട്ടു നിൽക്കണം എന്നാണ്. എന്നിട്ട് ഷെയ്ഖ് പറയാൻ, ഒരു മതവിദ്യാർത്ഥി എപ്പോഴും ഖൈറിൻ്റെ ആളായിട്ട് എന്ത് ചെയ്യണം? മാറണം. ഫകുൻ യാ ത്വാലിബൽ ഇൽമി മിഫ്താഹൻ ലിൽ ഖൈർ, ഖൈർ എന്ത് ചെയ്യുക? ഖൈർ തുറന്നു കൊടുക്കുന്ന ആളായിട്ട് മാറണം. അതല്ലാതെ ഷെറിന് എന്ത് ചെയ്യരുത്? നമ്മൾ വകവെച്ച് കൊടുക്കരുത്. ഷെറ് നാട്ടിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്? നിൽക്കരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ കാരണത്താൽ എന്ത് ചെയ്യണം? സമൂഹത്തിൽ ഒരു ഖൈർ ഉണ്ടാകണം എന്നതാണ് നമ്മൾ വിചാരിക്കേണ്ടത്. അതല്ലാതെ നമ്മൾ കാരണത്താൽ സമൂഹത്തിൽ ഷെറുണ്ടാകുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഇബ്നു മാജ റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇന്ന മിനന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്. എന്താ അവരുടെ പണി? മഫാത്തിഹ ലിൽ ഖൈർ, അവർ ഖൈർ എന്ത് ചെയ്യും? അവർ ഖൈർ തുറന്നു കൊടുക്കുന്ന ആളുകളാണ്. അവർ ഖൈർ തുറക്കുന്ന താക്കോലുകളാണ്, നന്മയുടെ താക്കോലുകളാണ് അവർ. എന്നാലോ മഗാലിഖ ലിശ്ശർ, തിന്മയുടെ താക്കോലായ ചില ആളുകളുണ്ട് സമൂഹത്തിൽ, തിന്മ തുറന്നു കൊടുക്കുന്ന ആളുകൾ. വ ഇന്ന മിനന്നാസി മഫാത്തിഹ ലിശ്ശർ വ മഗാലിഖ ലിൽ ഖൈർ ഫതൂബ ലിമൻ ജഅലല്ലാഹു മഫാത്തിഹൽ ഖൈരി അലാ യദൈഹി. അതുകൊണ്ട് അല്ലാഹു ഒരാൾക്ക് നന്മയുടെ തുറവി ഒരാൾക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ, നന്മ തുറന്നു കൊടുക്കാൻ ഒരാൾക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ അവന് മംഗളം. അള്ളാഹു അവനെന്ത് ചെയ്തിട്ടുണ്ട്? അനുഗ്രഹം ചെയ്തിട്ടുണ്ട്. വവൈലുൻ, എന്നാൽ നാശം ആർക്ക്? തിന്മ തുറന്നു കൊടുത്ത വ്യക്തിക്കെന്ത്? നാശമുണ്ടാകട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നബിയുടെ പ്രാർത്ഥനയാണ്. ഷെറ് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ആളുകൾക്ക് എന്തുണ്ടാകും? നാശം ഉണ്ടാകുന്നതാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? ആ ഷെറിന് നിൽക്കുകയാണെങ്കിൽ നല്ല സൂക്ഷ്മത നമുക്ക് വേണം. റസൂല് പറഞ്ഞ വിഷയമാണ്, അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റൂല, അങ്ങനെയൊന്നും പറയാൻ പറ്റൂല എന്നുള്ളത്. ഇമാം ദഹബി റഹിമഹുല്ല തൻ്റെ സിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രന്ഥമാണ്, സിയർ അലാമിൻ നുബല, ചരിത്ര ഗ്രന്ഥം. അപ്പോൾ ആ സിയറിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വലിയ മുഫസ്സിർ ഖതാദ ഇബ്നു ദിആമ അസ്സദൂസി റഹിമഹുല്ല അദ്ദേഹത്തിന് സംഭവിച്ച ഒരു വീഴ്ചയെക്കുറിച്ച് പറയാം. ബഅദ അൻ ഇഅ്തദറ ലഹു അലാ മാ വഖഅ ഫീഹി വസല്ല, അദ്ദേഹത്തിന് ഉദ്ർ കൊടുക്കാൻ, അദ്ദേഹത്തിനൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, അതിൽ ഉദ്ർ കൊടുത്തിട്ട് പറയാണ്, ഇന്നൽ കബീറ മിൻ അഇമ്മത്തിൽ ഇൽമി, ഇത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇന്നൽ കബീറ മിൻ അഇമ്മത്തിൽ ഇൽമി ഇദാ കസുറ സവാബുഹു, വലിയ ആലിമാൻ, അറിയപ്പെട്ട ആലിമാൻ, ഒരുപാട് നന്മകൾ എന്തുണ്ട്? അദ്ദേഹത്തിനുണ്ട്. വഉലിമ തഹരീഹി ലിൽ ഹഖ്, ഹക്കിനോട് നമുക്കറിയാം, അദ്ദേഹത്തിന് ഹക്കിനോടാണ് ഏറ്റവും കൂടുതൽ താല്പര്യം എന്ന് നമുക്കറിയുന്ന ഒരു വ്യക്തിയാണ്. വത്തസ ഇൽമുഹു, അദ്ദേഹത്തിൻ്റെ ഇൽമാണെങ്കിലോ വ്യാപിച്ചു കിടക്കുകയാണ്. വല്ലഹറ ദക്കാഉഹു, അദ്ദേഹത്തിൻ്റെ
ബുദ്ധിവൈഭവവും എല്ലാ ആളുകൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. വഉരിഫ സ്വലാഹുഹു വവറഉഹു വത്തിബാഉഹു, അദ്ദേഹത്തിൻ്റെ നന്മ, അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മത, റസൂലിനെ പിൻപറ്റുന്നതിലുള്ള അദ്ദേഹത്തിൻ്റെ കണിശത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ബോധ്യപ്പെട്ട ഒരു പണ്ഡിതൻ. അദ്ദേഹത്തിന് എന്ത് ചെയ്തു? യുഗ്ഫറു ലഹു സലലുഹു, അദ്ദേഹത്തിന് തെറ്റ് സംഭവിച്ചാൽ എന്ത് ചെയ്യണം? യുഗ്ഫറു ലഹു സലലുഹു, അല്ലാഹ് എന്ത് ചെയ്യും? അത് പുറത്തു കൊടുക്കും എന്ന് കരുതണം. വലാ നുളല്ലിലുഹു, നമ്മൾ എന്ത് ചെയ്യണ്ട? നമ്മൾ അദ്ദേഹത്തെ വഴിപിഴപ്പിക്കണ്ട, വഴിപിഴച്ചവനാക്കണ്ട, അദ്ദേഹം വഴിവെച്ചു പോയിട്ടുണ്ടെന്ന് പറയണ്ട. വനത്രഹു വനൻസ മഹാസിനഹു, അങ്ങനെ അദ്ദേഹത്തെ ഒഴിവാക്കി അദ്ദേഹത്തിൻ്റെ നന്മകൾ മറക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. വലാ നഖ്തദി ബിഹി ഫി ബിദ്അതിഹി വഖതഇഹി, അദ്ദേഹത്തിന് എന്തെങ്കിലും ബിദ്അത്തും തെറ്റൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്ത് ചെയ്യണ്ട? അദ്ദേഹത്തെ പിൻപറ്റാതെന്നാൽ മതി. വനർജു ലഹു അത്തൗബത മിൻ ദാലിക്, നമ്മളെന്തും പ്രതീക്ഷിക്കണം? അദ്ദേഹം അതിൽ നിന്ന് തൗബ ചെയ്യണം എന്ന് പ്രതീക്ഷിക്കണം എന്നാണ്. അപ്പോൾ ഒരാൾക്ക് തെറ്റ് സംഭവിച്ചാൽ തന്നെ നമ്മൾ അദ്ദേഹത്തിന് തെറ്റിൽ നിന്ന് അദ്ദേഹം തിരുത്തണം എന്ന് മനസ്സിൽ എന്ത് ചെയ്യണം? ആഗ്രഹിക്കണം എന്നാണ്. എന്നാൽ ഇവിടെയോ തിരുത്തണ്ടെന്നാണ് എന്ത് ചെയ്യുക? പല ആൾക്കാരും ആഗ്രഹിക്കുക എന്നാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഹക്കിനാണ് താല്പര്യമെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരാൾ ഹക്കിൽ നിന്ന് വ്യതിചലിച്ചു കഴിഞ്ഞാൽ വല്ലാത്ത വിഷമം മനസ്സിലുണ്ടാവും. ഓനങ്ങനെ പറയേണ്ടില്ലായിരുന്നു, ഹക്കിനെതിരല്ലേ പറഞ്ഞത്, ദീനിനെതിരല്ലേ പറഞ്ഞത് എന്ന ഒരു മനോഗതിയാണ് ഉണ്ടാകേണ്ടത്. അതല്ലാതെ വ്യക്തികളിലേക്ക് നമ്മൾ ചേർത്ത് വെച്ച്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടീമിലേക്ക് ചേർത്ത് വെച്ച് ഓനെന്ത് ചെയ്യുക, ഓനെ പുറത്താക്കുക, ഓനെ വഴിവീഴ്ചവനാക്കുക എന്നുള്ളതൊന്നും ഒന്നല്ല, അത് സലഫിയത്തിൻ്റെ മാർഗമല്ല എന്നാണ്. എന്നിട്ട് ഷേഖ് മറ്റൊരു സംഭവം കൂടി പറയാം. വലൗ അന്ന കുല്ലമ അഖ്ത ഇമാമുൻ ഫി ഇജ്തിഹാദിഹി ഫി ആഹാദിൽ മസാഇലി ഖതഅൻ മഗ്ഫൂറൻ ലഹു ഖുംനാ അലൈഹി വബദ്ദഅനാഹു. ചില മസ്അലകളിലൊക്കെ ഒരു ഒറ്റപ്പെട്ട ഇങ്ങനെ ഓരോ മസ്അലകളിൽ എന്ത് ചെയ്തു? തെറ്റ് സംഭവിച്ചു. അപ്പോൾ തെറ്റ് സംഭവിച്ചതിൻ്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യാണ്? അദ്ദേഹം ബിദ്അഇയാണെന്ന് പറയാണ്, അതല്ലെങ്കിൽ അദ്ദേഹത്തെ ഒഴിവാക്കുകയാണ് എങ്കിൽ ലമാ സലിമ മഅന ലാ ഇബ്നു നസർ, നമ്മുടെ കൂടെ ഇബ്നു നസർ ആകട്ടെ, അറിയപ്പെട്ട ഇബ്നു മന്ദ, ഇങ്ങനെ അറിയപ്പെട്ട ഒരു പണ്ഡിതന്മാരെന്ത് ചെയ്യൂല? നമ്മുടെ കൂടെ ഉണ്ടാവില്ല എന്നാണ്. കാരണം എല്ലാവരും എന്ത് ചെയ്യേണ്ടി വരും? ഇതേപോലെ ബിദ്അത്ത് ചെയ്തിട്ട് ഒഴിവാക്കേണ്ടി വരും. വലാമൻ ഹുവ അക്ബറു മിൻഹുമ, അവരെക്കാളും വലിയ പണ്ഡിതന്മാരും എന്ത് ചെയ്യൂല? നമ്മുടെ അടുക്കൽ ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാവില്ല. വല്ലാഹു ഹുവ ഹാദിൽ ഖൽഖി ഇലൽ ഹഖ്, ഹക്കിലേക്ക് നയിക്കുന്നവൻ അള്ളാഹുവാണ്. വഹുവ അർഹമുർ റാഹിമീൻ, അങ്ങേയറ്റത്തെ കാരുണ്യവാനാണ്. ഫനഊദു ബില്ലാഹി മിനൽ ഹവ, ദേഹേച്ഛയിൽ നിന്ന് അള്ളാഹുവിനോട് നമ്മൾ ശരണം തേടണം. അതോടൊപ്പം തന്നെ പരുഷ സ്വഭാവത്തിൽ നിന്നും. ഷെയ്ഖ് മറ്റൊരു സംഭവം കൂടി പറയാൻ. ഇബ്നു ഹുസൈമ റഹ്മഹുല്ലയുടെ തർജുമ പറയുന്നിടത്ത് ഇമാം ദഹബി റഹ്മഹുല്ല പറഞ്ഞു കൊടുക്കുന്നത് വ കിതാബുഹു ഫി തൗഹീദ് മുജല്ലദുൻ കബീറുൻ. അത്തൗഹീദ് എന്ന് പറയുന്ന കിതാബ് എന്തുണ്ട്? കിതാബ് തൗഹീദ് എന്ന് പറയുന്ന പുസ്തകം ഇബ്നു ഹുസൈമക്കുണ്ട്. അത് ഒരുപാട് മുജല്ലദുകളുണ്ട് എന്നാണ്, ഒരുപാട് വാള്യങ്ങളുണ്ട്. വഖദ് തഅവ്വല ഫീ ദാലിക ഹദീസ സൂറ, നമ്മൾ പറഞ്ഞിരുന്നു സൂറത്തുമായി ബന്ധപ്പെട്ട വിഷയം. അപ്പോൾ അതിലെന്ത് ചെയ്തിട്ടുണ്ട്? ചില ഹദീസുകളെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഇബ്നു ഹുസൈമ. ഫൽയുഅ്ദർ മൻ തഅവ്വല ബഅദ സിഫാത്ത്, ചില സിഫത്തുകളെ വ്യാഖ്യാനിച്ച ആളുകൾ ഉണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യാം? ഉസ്ർ ചെയ്യാം. സലഫുകൾ എന്ത് ചെയ്തിട്ടില്ല? സിഫത്തുകളെ വ്യാഖ്യാനിച്ചിട്ടില്ല. സിഫത്തുകളെ വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു ഇറങ്ങും എന്ന് പറയുമ്പോൾ അവരെന്ത് പറയും? അള്ളാഹിൻ്റെ റഹ്മത്താണ് എന്ത് ചെയ്യുക? ഇറങ്ങുക. അപ്പോൾ ഇതേപോലെ ചില കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇബ്നു ഹുസൈമ വ്യാഖ്യാനിച്ചിട്ടുണ്ട് എങ്കിലും നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ അദ്ദേഹത്തിന് ഉസ്ർ കൊടുക്കുക എന്നുള്ളതാണ്. വലൗ അന്ന കുല്ല മൻ അഖ്തഅ ഫീ ഇജ്തിഹാദിഹി മഅ സിഹ്ഹതി ഈമാനിഹി വതവഖീഹി ലിത്തിബാഇൽ ഹഖ് അഹ്ദർനാഹു വബദ്ദഅനാഹു ലഖല്ല മൻ യസ്ലമു മിനൽ അഹിമ്മതി മഅനാ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായി. അതായത് ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന് ഹക്കിനോടാണ് താല്പര്യം, അദ്ദേഹം എപ്പോഴും അതിനാണ് മുൻഗണന നൽകുക. എന്നാൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ അദ്ദേഹത്തെ ഹജ്ർ ചെയ്യുകയാണെങ്കിൽ, ഒഴിവാക്കുകയാണ് എങ്കിൽ, അദ്ദേഹത്തിന് ബിദ്അത്ത് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തുകയാണെങ്കിൽ നമ്മുടെ കൂടെ ആരും ഉണ്ടാവുകയില്ല. റഹിം അല്ലാഹുൽ ജമീ, അള്ളാഹു എല്ലാവർക്കും എന്ത് ചെയ്യട്ടെ? റഹ്മത്ത് ചെയ്തു കൊടുക്കട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എത്ര വിശാലതയാണ് പണ്ഡിതന്മാർ അവർക്കിടയിൽ സംഭവിച്ച തെറ്റുകളെ കൈകാര്യം ചെയ്തതെന്ന് എന്ത് ചെയ്യും? നമുക്ക് ബോധ്യപ്പെടും. ഇത് വളരെ കുറച്ച് ഉദാഹരണങ്ങളാണ്. ഇനിയും എന്ത് ചെയ്യാൻ പറ്റും? ഈ വിഷയത്തിൽ പല ഉദാഹരണങ്ങളും കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വളരെ ഭീമാകാരമായ അബദ്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സിഫത്തുകളെ വ്യാഖ്യാനിക്കുക എന്നുള്ളത് തെറ്റാണ്, വലിയ തെറ്റാണ്. എന്നിട്ട് പോലും എന്ത് ചെയ്തിട്ടുണ്ട്? ഉസ്ർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഉസ്ർ കൊടുക്കാനുള്ള മനസ്സ് എന്ത് ചെയ്യണം? നമുക്കുണ്ടാകണം. അതോടൊപ്പം തന്നെ ആ തെറ്റിൽ അദ്ദേഹത്തെ നമ്മൾ ന്യായീകരിക്കുമെന്ന് ചോദിച്ചാലോ? ഒരിക്കലും ന്യായീകരിക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല. അപ്പോൾ ഉസ്ർ കൊടുക്കാനുള്ള മനസ്സ് എപ്പോഴും ഉണ്ടാകണം എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇനി മൂന്നാമത്തെ കാരണം, അപ്പോൾ രണ്ട് കാരണങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത്? പറഞ്ഞത്. ഒരേ മനഹജിൽപ്പെട്ട ആളുകൾക്കിടയിൽ ഇഖ്തിലാഫ് ഉണ്ടാകാനുള്ള രണ്ട് കാരണങ്ങൾ. ഒന്നാമത്തേത്
ജംഅ ചെയ്യാതിരിക്കുക, ആ വിഷയത്തിലുള്ള എല്ലാ ഖൗലും മനസ്സിലാക്കാതിരിക്കുക. രണ്ടാമത്തേത് ഉലമാക്കളുടെ തെറ്റുകൾ എന്ത് ചെയ്യുക, ചുഴിന്നിങ്ങനെ അന്വേഷിച്ച് പോവുക. അപ്പോൾ അത് ചെയ്യുന്നത് എന്തല്ല, അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുക, ഫുർഖത്ത് ഉണ്ടാവുക എന്നാണ് അതിനുള്ള കാരണം. മൂന്നാമത്തേത് അത്തആലും, വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. വതസദ്ദുറുൽ അസാഗിർ വൽ മഗ്മൂരീന വതഖ്ദീസുൽ അഷ്ഖാസ്. മൂന്നാമത്തേത് തആലും നടിക്കുക എന്നുള്ളതാണ്. ഓന് ഔദ്യോഗികമായിട്ട് പഠിച്ചിട്ടോ അതല്ലെങ്കിൽ അങ്ങനെ പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷെ പഠിച്ചതുപോലെ എന്ത് ചെയ്യുക, അഭിനയിക്കുക. അതോടൊപ്പം തന്നെ അസാഗറുകളായ ആളുകൾ എന്ത് ചെയ്യാം, ഇവർ വലിയ ആളുകളായിട്ട് നിലകൊള്ളുക. അസാഗറുകളായിരിക്കും ഇവർ വലിയ മുഫ്തിമാരായിട്ട് എന്ത് ചെയ്യുക, ചമയ എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ചില ആളുകളെ, അഷ്ഖാസുകളെ, ചില വ്യക്തികളെ അതിര് കവിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ആദരിക്കുക. ഇതൊക്കെയാണ് മറ്റൊരു കാരണം. മൻഹജു സലഫിൽ, അതായത് ഒരേ മനഹജിൽപ്പെട്ട ആളുകൾ വ്യതിചലിക്കാനുള്ള മറ്റൊരു കാരണം ഈ പറഞ്ഞു വെച്ചതാണ്. തആലുമ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷെയ്ഖ് എന്താണ് തആലുമ് എന്ന് പറയാൻ, മറലുൻ ഖൽബിയുൻ യുസീബു ബഅദ ലിആഫിൽ ഈമാൻ, ഈമാൻ കുറഞ്ഞ ചില ആളുകൾക്ക് ബാധിക്കുന്ന ഹൃദയവുമായി ബന്ധപ്പെട്ടുള്ള രോഗമാണെന്ത്, തആലും. കാരണം നമുക്കെങ്ങനെയാണ്, നമ്മൾ പഠിക്കാത്തൊരു കാര്യം നമ്മൾ പഠിച്ചതുപോലെ അഭിനയിക്കുക എന്ന് പറയുമ്പോൾ അത് തക്കല്ലുഫല്ലേ, അത് തക്കല്ലുഫാണ്. എല്ലാ ആളുകൾക്കും അവരുടേതായ ഫന്നുകളുണ്ട്. ഇപ്പോൾ ഒരു ഡോക്ടർ അല്ലാത്ത ഒരുത്തൻ എന്ത് ചെയ്യണം, ഡോക്ടറായിട്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞാലോ അത് ശരിയല്ല. അതേപോലെ തന്നെയാണ് ഇൽമിൻ്റെ വിഷയവും. അത് പഠിച്ച ആളുകളാണ് എന്ത് ചെയ്യേണ്ടത്, അത് കൈകാര്യം ചെയ്യേണ്ടത്. അതിനർത്ഥം അത് 4-5 കൊല്ലം ഇരുന്ന് പഠിച്ചോ മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്നല്ല. മറിച്ച് ഇവിടെ എന്താ ചെയ്യുന്നത്, ഒരു പണ്ഡിതൻ്റെ വേഷം എന്തെയാണ് ഇവൻ ധരിക്കുകയാണ്. പണ്ഡിതൻ്റെ വേഷം ധരിച്ച് സമൂഹത്തിൽ ഇറങ്ങുക എന്നുള്ളത് എന്തല്ല, അത് ശരിയല്ല. വയതകല്ലമൂന ഫീമാ ലാ യുഹ്സിനൂൻ, അവന് നല്ല രൂപത്തിൽ സംസാരിക്കാൻ പറ്റാത്ത വിഷയമായിരിക്കും. പണ്ഡിതന്മാർക്ക് കൈകാര്യം ചെയ്യേണ്ട വിഷയം എന്ത് ചെയ്യും, ഇവൻ സംസാരിക്കും. വയഖൂലൂന അലല്ലാഹി ബിഗൈരി ഇൽം, അള്ളാഹിൻ്റെ വിഷയത്തിൽ ഇൽമില്ലാതെ പറയും. വയൽബസൂന ലിബാസൽ ഉലമാഇൽ അഖ്യാർ, ഉന്നതന്മാരായ ഉലമാക്കളുടെ വസ്ത്രമാണ് എന്ത് ചെയ്യുക, ഓൻ ധരിക്കുക എന്നാണ്. ഉലമാക്കളുടെ സിയിൽ എന്ത് ചെയ്യും, ഓൻ നടക്കും. വഹും ബഈദൂന കുല്ലൽ ബുഅദി അൻ മൻഹജി ഉലൈക്കൽ അത്ഹാർ, ഈ പറയപ്പെട്ട ശുദ്ധന്മാരായ ഉലമാക്കളുടെ വഴിയിൽ നിന്നെന്താണ്, ഓൻ വഴിദൂരമാണുള്ളത് എന്ന് ഷെയ്ഖ് പറയുന്നു. എന്നിട്ട് അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ടുള്ള വിഷയമാണ്. വയതസദ്ദറൂന ലിൽ ഫത്വ ഫി മസാഇല കബീറ, വളരെ വലിയ വിഷയത്തിൽ എന്ത് ചെയ്യും, ഓന് ഫത്വ കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ്. ഇന്ന് ഇൻസ്റ്റാഗ്രാം പരിശോധിച്ച് കഴിഞ്ഞാൽ എല്ലാ മുഫ്തിമാരെയും നമുക്ക് കാണാൻ പറ്റും. ഇവരെ പണി എന്താ, ഉലമാക്കൾ എടുക്കേണ്ട പണി എന്താണോ ആ പണിയാണ് ഈ യുവാക്കൾ എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. അത് ഫിത്നയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ഫിത്നയാണ്. കാരണം അർഹരായ ആളുകളാണ് എപ്പോഴും എന്ത് ചെയ്യേണ്ടത്, അതിനുവേണ്ടി വരേണ്ടത്. അതല്ലെങ്കിൽ എന്ത് ചെയ്യണം, അവർ വരുന്നില്ലെങ്കിൽ അവരതുമായി ബന്ധപ്പെടുത്തിയ സേവനങ്ങളൊക്കെ ഉണ്ടാവും, അത് നമ്മൾ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മളെന്ത് ചെയ്യലല്ല, മറിച്ച് നമ്മളവിടെ പോയി നമ്മളിങ്ങനെ മുഫ്തിയായി ചമയുക എന്നുള്ളതല്ല. ചില ആൾക്കാരൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല. എന്താ ചെയ്യാന്ന് വെച്ചാൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യും, കുറച്ച് ഇവിടുന്ന് കാണും, എന്നിട്ട് വേറെ ഷെയ്ഖന്മാരത് ഓൻ കണ്ടിട്ട് എന്ത് ചെയ്യും, ഓൻ വലിയ ഷെയ്ഖാവും. ഓൻ എങ്ങനെ ഷെയ്ഖായത്, വേറെ ഷെയ്ഖന്മാരത് കണ്ടിട്ട്. വേറെ ഷെയ്ഖന്മാരെന്ന് പറയുമ്പോൾ മലയാളത്തിലുള്ളത് തന്നെ കണ്ടിട്ട് എന്ത് ചെയ്യും, ഓൻ കുറേയൊക്കെ എഴുതി വെച്ച് ഓനെങ്കിൽ എന്ത് ചെയ്യും, ചോദ്യം ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിലിടും. ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ നോക്കും, എന്നിട്ട് അതിനെന്ത് ചെയ്യുക, അതിന് മറുപടി കൊടുക്കുക. എന്നിട്ട് പറയും ഇന്ന ഷെയ്ഖ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഷെയ്ഖ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കേൾക്കുന്ന എന്താ തോന്നുക, കുറേ ഷെയ്ഖിൻ്റെ പുസ്തകമൊക്കെ വായിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, മറുപടി പറയുന്നതാണ് തോന്നുക. അപ്പോൾ അത് ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ ആലോചിക്കേണ്ടത് അത് നമ്മളുടെ ഹൃദയത്തിനെ ബാധിക്കുന്ന ഒരു രോഗം കൂടിയാണ്. കാരണം ഓൻക്കറിയാം ഓൻ അതിന് അർഹനല്ല. ഓനെ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഈ ടീങ്ങളൊക്കെ എൻ്റെ വീഡിയോ കാണാണല്ലോ ചെയ്യുന്നത് എന്ന് ഓൻക്കന്നെ ചിലപ്പോൾ തോന്നിപ്പോകും. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ നിൽക്കാൻ പാടില്ല. നമുക്ക് നമ്മുടെ ഹൃദയത്തെ സംരക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം ഹൃദയം സലീമായ അവസ്ഥയിലായിരിക്കണം എപ്പോഴും ഉണ്ടാകേണ്ടത്. ഈ പണിക്കൊക്കെ നിന്ന് കഴിഞ്ഞാൽ എന്താണ്, ഹൃദയത്തിൻ്റെ സലാമത്ത് എന്ത് ചെയ്യും, അത് നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. എന്നിട്ട് ഷെയ്ഖ് പറയാണ്, സ്വഹാബാക്കളുടെ അവസ്ഥ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യില്ലെന്നറിയോ, ദീനിൻ്റെ വിഷയത്തിൽ ഒരു കാര്യം ചോദിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉത്തരം പറയില്ല. അത്രയും ഭയം എന്തുണ്ടാവും, ആ വിഷയത്തിലുണ്ടാവും. അൻസാരികളും മുഹാജിരീങ്ങളും അത് കിബാറിൽപ്പെട്ട ഉന്നതന്മാരായ അൻസാരികളും മുഹാജിറുകളും ഉള്ള മജ്ലിസ്, ആ മജ്ലിസിൽ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ 120 സ്വഹാബാക്കളുള്ള മജ്ലിസാണ്. ആർക്കാണോ ചോദ്യം വന്നത് അതേ ആൾക്ക് എന്ത് ചെയ്യും, ആ ചോദ്യം തിരിച്ചെത്തുന്നതാണ്. ഒരാൾ പറയും, ഇന്നാൾ ഉത്തരം പറയും, അദ്ദേഹമാണ് ഉത്തരം പറയാൻ അർഹൻ. അപ്പോൾ ഓരിൽ സ്വന്തത്തിലുള്ള വിശ്വാസം എന്താ, എന്നെക്കാൾ ഓൻ പറഞ്ഞാലാണ് ഒന്നുകൂടി നല്ലത് എന്നാണ്. ഇവനെന്താ പറയുക, മറ്റോൻ പറയുന്നതാണ്. നമ്മുടെ നാട്ടിലെന്താ നടക്കുക, ആരോടാണോ ചോദിക്കുക അയാളെല്ലാം ഉത്തരം പറയുക. ബാക്കിൽ നിന്ന് എന്ത് ചെയ്യും, ഒരു 10-15 ഉത്തരം എന്ത് ചെയ്യും,
ഇങ്ങനെ വരും എന്നുള്ളതാണ്. അപ്പോൾ ചോദ്യം ചോദിക്കപ്പെട്ട ആളല്ലാത്ത ഒരാൾ ഉത്തരം പറയാന്നുള്ളത് തന്നെ എന്താണ്? അദബുകേടാണ്. അപ്പോൾ അതെന്ത് ചെയ്യരുത്, അതാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുള്ളത്. ഇതൊക്കെയാണ് ഒരു മനഹജിൻ്റെ ഉള്ളിലുള്ള ആളുകൾ തന്നെ വഴിപിഴക്കാനുള്ള കാരണമെന്നാണ് പറയുന്നത്. 120ഓളം സ്വഹാബാക്കൾ യഅ്തദിറൂന അനിൽ ഫത്വയിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഉദ്ർ പറയുന്നു എന്നാണ്. അവർക്ക് പേടിയാണ്, കാരണം അള്ളാഹിൻ്റെ വിഷയത്തിൽ സംസാരിക്കല്ലേ, ദീനിൻ്റെ വിഷയത്തിൽ സംസാരിക്കുകയാണ്. അപ്പോൾ അത്രയും പേടി എന്ത് ചെയ്യണം? ആ വിഷയത്തിൽ വേണമെന്നാണ്. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെടുന്നത് ഉലമാക്കളാണ്. കാരണം അവർക്ക് പേടിയുണ്ടാവും, എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാലോ, അള്ളാഹുവിൻ്റെ വിഷയത്തിലല്ലേ ഞാൻ തെറ്റ് പറയുന്നത്, അതുകൊണ്ട് എന്ത് ചെയ്യും? അതിൽ നിന്ന് വിട്ടു നിൽക്കും. അപ്പോൾ നമ്മൾ പരമാവധി അത്തരം വിഷയത്തിൽ നിന്ന് എന്ത് ചെയ്യാം? വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. ഫത്വ കൊടുക്കാൻ ആരാണോ അർഹർ അവരെന്ത് ചെയ്യട്ടെ? ഫത്വ കൊടുക്കട്ടെ. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വലിയ ആളായി, ആളുകൾ നമ്മെക്കുറിച്ച് ഒരുപാട് പുകഴ്ത്തി പറഞ്ഞു, അതല്ലല്ലോ നമുക്ക് വേണ്ടത്. നമുക്ക് ആത്മാർത്ഥമായി എന്താണോ നമുക്ക് ചെയ്യാൻ, ദീനിന് വേണ്ടി ചെയ്യാൻ പറ്റുക അത് ചെയ്യുക, തെറ്റുകളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക, സ്വർഗത്തിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് ലക്ഷ്യം. അതല്ലാതെ അതിലതിര് കവിഞ്ഞ് എന്നെ ആളുകൾ പുകഴ്ത്തണം, എന്നെ ആളുകൾ വലിയ സംഭവമായി കാണണം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ എന്തില്ല, അവിടെ നമുക്ക് ദീനിനോട് യാതൊരു താല്പര്യമില്ല, മറിച്ച് നമ്മുടെ വ്യക്തി താല്പര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ മുൻഗണന നൽകുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് ഷെയ്ഖ് ഒരുപാട് ആയത്തുകൾ കൊണ്ടുവരാൻ, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം, നിനക്ക് ഇൽമില്ലാത്ത വിഷയത്തിൽ നീ എന്ത് ചെയ്യരുത്? നീ അതിൽ പോയി പെടരുത്. വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, അള്ളാഹുവിൻ്റെ വിഷയത്തിൽ അറിവില്ലാത്തത് നീ എന്ത് ചെയ്യരുത്? പറയരുത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഒരു സംഭവം കൊടുക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു ആയത്തിനെക്കുറിച്ച് ചോദിക്കപ്പെട്ടു. വഫാക്കിഹത്തൻ വ അബ്ബ, സൂറത്ത് അബസയിലെ 31-ാമത്തെ ആയത്താണ്. അതിൽ എന്താണ് അബ്ബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണ് ചോദിച്ചത്. ആ ചോദിച്ച സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്, അയ്യു സമാഇൻ തുളില്ലുനി വ അയ്യു അർലിൻ തുഖില്ലുനി ഇദാ ഖുൽതു ഫീ കിതാബില്ലാഹി മാ ലാ അഅലം, ഏതൊരു ആകാശമാണ്, ഏതൊരു ഭൂമിയാണ് എനിക്ക് സംരക്ഷണം നൽകുക? അള്ളാഹിൻ്റെ വിഷയത്തിൽ, അള്ളാഹിൻ്റെ കിതാബിൻ്റെ വിഷയത്തിൽ അറിയാത്തൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് എന്നെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടില്ല? അതിന് ഉത്തരം കൊടുത്തിട്ടില്ല എന്നാണ്. നമ്മൾ ആലോചിക്കേണ്ടത് ആദ്യം സ്വർഗത്തിലേക്ക് പോകുന്ന വ്യക്തിയാണ്. ആ സ്വഹാബി പോലും ചില ആയത്ത് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല, അതൊന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, ഇന്ന് അറിയില്ല എന്ന് പറയാൻ എന്തില്ല? ആളുകളില്ല. അറിയില്ല എന്ന് പറയാൻ ആളുകളില്ല, കുറഞ്ഞു വരികയാണ്. ഇനി ഒരുത്തൻ അറിയില്ല എന്ന് പറഞ്ഞു എന്ന് തന്നെ വിചാരിക്കുക, കേൾക്കുന്ന ആളെന്താ വിചാരിക്കുക? എന്താ ചങ്ങായി കുറേ കാലമായാലോ പഠിച്ചിട്ട്, ഒന്നും അറിയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പണ്ഡിതന്മാർ എത്രത്തോളം പറഞ്ഞു വെക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അറിയില്ല എന്ന് പറയുന്ന ഒരാളെ നീ കണ്ടു കഴിഞ്ഞാൽ ഓൻ എന്ത് ചെയ്തോ? മുറുകെ പിടിച്ചോ എന്നാണ്. കാരണം ഓൻ ദീനിൽ എന്ത് ചെയ്യൂല? ഇല്ലാത്തത് പറയില്ല, ഓൻ ഇഖ്ലാസ് ഉള്ളവനാണെന്നാണ്. അപ്പം അങ്ങനെയുള്ള ഉലമാക്കൾ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അറിയില്ല എന്നുണ്ടെങ്കിൽ അറിയില്ല എന്ന് പറയാം. അതിൽ എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയതാണ് നമ്മുടെ ഉസ്താദായ മുജീബ് റഹ്മാൻ സ്വലാഹി. ഉസ്താദിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചോദ്യോത്തര സെഷൻ വെക്കുന്ന സമയത്ത് ഉസ്താദ് പറയും, തുടക്കത്തിൽ തന്നെ പറയും, ഞാൻ പണ്ഡിതനൊന്നല്ല, പക്ഷേ അതേപോലെ തന്നെ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഇടയിൽ ചോദ്യം ചോദിക്കാൻ വിടൂല. എന്താണോ എഴുതി വന്ന ചോദ്യം അതിനെന്ത് ചെയ്യും? ഉത്തരം കൊടുക്കും. ആരെങ്കിലും ഇടയിൽ നിന്ന് ചോദിച്ചാൽ പറയും, ഞാൻ പണ്ഡിതനൊന്നല്ല, എനിക്കങ്ങനെ ഉത്തരം പറയാനൊന്നും പറ്റില്ല, നിങ്ങൾ ചോദിക്കുന്നതും ചോദിച്ചോ, ഞാൻ എന്ത് ചെയ്യും? അടുത്ത ആഴ്ച നോക്കിയിട്ട് ഉത്തരം പറയും. അതല്ലാതെ ഇപ്പം എന്ത് ചെയ്യൂല? ഉത്തരം പറയില്ല എന്നാണ് പറയുക. അതോടൊപ്പം പറയും, ചോദ്യോത്തര സെഷൻ വെക്കുമല്ലോ, അപ്പോൾ പറയും, അറിയാത്ത കാര്യമാണെങ്കിൽ അറിയില്ല പറഞ്ഞാൽ പോരെ, മറ്റേതല്ല അറിയുന്ന കാര്യമാണെങ്കിലല്ലേ കൂടുതൽ പറയേണ്ടത്, അത്രേ ഉള്ളൂ എന്നാണ് പറയുക. അപ്പോൾ അതൊക്കെ സൂക്ഷ്മതയുടെ ആഴാണ്. ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ വിഷയം കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. ഇനി തആലുമിൻ്റെ ചില സബബുകളെക്കുറിച്ച് പറയാം. ഇല്ലാത്തതിങ്ങനെ പുറത്ത് കാണിച്ച് നടക്കുന്നുണ്ടല്ലോ, അതിൻ്റെ കാരണങ്ങൾ എന്താണ്? ഒന്ന് ഹുബ്ബുൽ ലുഹൂർ, ഓൻ എന്ത് ചെയ്യണം? ഓനക്ക് ലുഹൂർ ഭയങ്കര ഇഷ്ടമാണ്, ആളുകളൊക്കെ എന്ത് ചെയ്യണം? ഓൻ അറിയണം എന്നത് ആഗ്രഹിക്കുന്ന ഒരാളാണ്. രണ്ടാമത്തേത് റിയാ എന്തുണ്ട്? ഓൻ്റെ മനസ്സിലുണ്ട് എന്നാണ്. മൂന്നാമത്തേത് അൽ ജഹ്ലു ബിദീനില്ലാഹിൽ ഹഖ്, യഥാർത്ഥ ദീനിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയും അവനുണ്ട്. എന്നിട്ട് അവൻ പറയുന്നെന്താ? ഇന്ന ഷഹാദത്തഹു ബി ഷഹാദത്തി മിഅത്തി റജുലിൻ, ഓൻക്ക് ഒരുപാട് ഷഹാദത്തുണ്ട് എന്നാണ് അവൻ പറയുന്നത്. ഓൻക്ക് എന്തുണ്ട്? ഈ പറഞ്ഞ ആൾക്ക് ഒരുപാട് ഷഹാദത്തുണ്ട്. എനിക്ക് ഷഹാദത്ത് കിട്ടിയ ആളാണ്, തസ്കിയത്ത് കിട്ടിയ ആളാണ്, എൻ്റെ തസ്കിയത്ത് എന്നുള്ളത് 100 ആളുടെ തസ്കിയത്തിന് തുല്യമാണ് എന്ന വർത്താനാണ് എന്ത് ചെയ്യുക? ഈ പറയുന്ന ആളുകൾ പറയാന്നുള്ളതാണ്. ഷെയ്ഖ് ബക്കർ അബൂ സയ്യിദ് റഹിമഹുല്ല പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന ഇത്തരത്തിലുള്ള ആളുകളാണെന്ത്? ഖബ്ല അൻ യൻലജ, അതായത് ഒരു ഫ്രൂട്ട്സ് അത് പാകമാകുന്നതിന് മുമ്പ് ആരെങ്കിലും തിന്നോ? ഇല്ല.
അതുപോലെയാണ് ഈ പറയുന്ന ആളുകൾ എന്ത് ചെയ്യുന്നത്. അവർ പാകമാകുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യാണ്, അവർ സമൂഹത്തിലേക്ക് ഇറങ്ങി സമൂഹത്തിൽ തസദ്ദുറായി വലിയ ആളായിട്ട് നടക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു പക്ഷിയെ സംബന്ധിച്ചിടത്തോളം ചിറക് മുളക്കുന്നതിന് മുമ്പ് പാറിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, താഴെ വീഴും. അതേ സംഭവമാണ് എന്ത് ചെയ്യുക ഇവിടെയും നടക്കുക. അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു വെക്കുന്നു. ഇനി അടുത്തത് വഖദ് ഖീല, പറയപ്പെട്ടിട്ടുണ്ട്, അൽ ബിദായത്തു മസല്ല വഖീല മിനൽ ബലിയത്തി തശയ്യുഹു അസ്സഹഫിയ്യ, വളരെ വലിയ പരീക്ഷണത്തിൽപ്പെട്ടതാണ്, പ്രതിസന്ധിയിൽപ്പെട്ടതാണ് പുസ്തകത്തിൽ നിന്ന് അറിവെടുത്ത ആളുകൾ എന്ത് ചെയ്യുക, അവലംബിക്കുക എന്നുള്ളത്. പുസ്തകത്തിൽ നിന്ന് അറിവെടുത്ത ആളുകൾ അവലംബിക്കുക എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉസ്താദുമാരാരും നമുക്ക് അറിയുന്നുണ്ടാവില്ല. അവർ സ്വന്തം ഇങ്ങനെ പഠിച്ചിട്ട് എന്ത് ചെയ്തതാണ്, വലിയ ആളായതാണ്. അപ്പോൾ ചില ആൾക്കാരൊക്കെ പറയലുണ്ട്, ഞാൻ സ്വന്തം പഠിച്ചിട്ട് എടുത്തതാണ്, ഞാൻ സ്വന്തം കുറേ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കേട്ടിട്ടാണ് ഞാൻ ഇത്ര ഉഷാറായത് എന്നൊക്കെ പറയാറുണ്ട്. അത് പരീക്ഷണമാണ് എന്നാണ്. അത് ചില ആൾക്കാർ പറയുന്നെന്താ, എന്തോ വലിയ സംഭവമാണ് എന്ന നിലക്കാണ് പറയുന്നത്. പക്ഷെ അതെന്തല്ല, അത് സംഭവമല്ല, അത് പോരായ്മയാണ്. കാരണം ഇങ്ങനെ പഠിച്ചു വന്നു കഴിഞ്ഞാൽ പഠിക്കുന്നത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടതാണ്. പക്ഷെ അത്തരത്തിലുള്ള ആളുകളെ നമ്മൾ അവലംബിച്ചിട്ട് അവരെ ഷെയ്ഖായി കൊണ്ട് നടക്കുക എന്നുള്ളത് എന്തല്ല, ശരിയായ നിലപാടല്ല എന്നാണ്. കാരണം ഒന്നാമത്തേത് അദബുണ്ടാവില്ല, മര്യാദ ഉണ്ടാവുകയില്ല. കാരണം ഷെയ്ഖിൽ നിന്ന് പഠിച്ചതല്ല. ഒരു ഷെയ്ഖിൻ്റെ ദർസിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കാര്യമാണ് അദബ് എന്നുള്ളത്. ഒന്ന് ഷെയ്ഖ് ചോദ്യത്തെ കൈകാര്യം ചെയ്യുന്ന രീതി, വിദ്യാർത്ഥികളോടുള്ള പെരുമാറ്റം, ഇതൊക്കെ എന്ത് ചെയ്യും, നമുക്ക് ബോധ്യപ്പെടും. ഇതൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്ന രംഗമാണ് നേരിട്ട് ഷെയ്ഖിൻ്റെ അടുക്കൽ നിന്ന് ഇൽമ് നേടുമ്പോൾ ലഭിക്കുന്നത്. അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ല ഒരിക്കൽ തൻ്റെ വിദ്യാർത്ഥി, ഒരു ക്ലാസ്സിലൊരു വിദ്യാർത്ഥി ആബ്സെൻ്റായി. അപ്പോൾ ആബ്സെൻ്റായ സമയത്ത് ഓനെക്കുറിച്ച് ചോദിച്ചു. ഓൻ്റെ പേര് സിയാം എന്നാണ്. ഓനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഓന് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഷെയ്ഖ് ഒരു തമാശ എന്നോണം പറഞ്ഞു, സ്വാമ വനാമ, ഒന്ന് നോമ്പ് നോക്കി എന്നിട്ട് എന്ത് ചെയ്തു, ഓൻ ഉറങ്ങി എന്ന് പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം ഓൻ വന്നപ്പോൾ ഷെയ്ഖിന് വല്ലാത്ത ബേജാറാണ്. കാരണം ഓനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലോ. അതിന് ഷെയ്ഖ് ഓനോട് എന്ത് ചെയ്തു, നീ എനിക്ക് പുറത്തു തരണം, അഫു ചെയ്ത് തരണം എന്ന് പറഞ്ഞു. അബ്ദുർ റസാഖ് അൽ ബദർ ഹഫ്ലുള്ളയാണ് എന്ത് ചെയ്യുന്നത്, ഓനോട് ചോദിക്കുന്നത് അഫു ചെയ്യണം. ചെറിയൊരു തമാശയാണ്. എന്നിട്ട് അടുത്ത ക്ലാസ്സിന് എന്ത് ചെയ്തു, ഷെയ്ഖ് വരുമ്പോൾ ഒരു വലിയ കിതാബുമായിട്ട്, കിതാബിൻ്റെ ശേഖരമായിട്ട് വന്നിട്ട് എന്ത് ചെയ്തു, ഓനക്ക് കൊടുത്തിട്ട് പറഞ്ഞു, എനിക്ക് പുറത്തു തരണം എന്ന് പറഞ്ഞു എന്നാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ഒരു പാഠമുണ്ട്. അതായത് ഒരു സ്വഭാവം എങ്ങനെയായിരിക്കണം എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യും, കാണാൻ പറ്റും. അതൊരിക്കലും ഓൺലൈനിൽ പഠിച്ചാൽ എന്ത് ചെയ്യൂല, ലഭിക്കൂല. അത് കിതാബിൽ നിന്ന് മാത്രം പഠിച്ചാൽ ഒരിക്കലും ലഭിക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല. വയുഅ്സറു അനിൽ ഇമാം അലി ബിൻ അബി ത്വാലിബിൻ റളിയല്ലാഹു അൻഹു ഖൗലുഹു അൽ ഇൽമു നുഖ്ത കസ്സറഹ അൽ ജാഹിലൂൻ. വനഖല ശൈഖു ബക്കർ റഹിമഹുല്ലാ അഖ്വാലൻ നഫീസ ലിബഅദിൽ ഉലമാഇ ഫി ഹാദൽ ബാബ് നഖ്താറു മിൻഹ ഖാല ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാ. ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാ പറയാൻ, ലൗ സക്കത മൻ ലാ യഅലമു സഖതൽ ഇഖ്തിലാഫ്, അറിയാത്ത ഓൻ മിണ്ടാതിരുന്നാൽ തന്നെ എന്ത് ചെയ്യും, കുറേ ഇഖ്തിലാഫ് കുറഞ്ഞു കിട്ടുന്നതാണ്. ഖാലൽ ഇമാം അശ്ശാഫിഈ റഹിമഹുല്ലാ ഫൽ വാജിബു അലൽ ആലമീൻ, ലോകർക്ക് ആകമാനം അവരുടെ മേൽ നിർബന്ധമായ വിഷയമാണ് അല്ലാ യഖൂലു ഇല്ലാ മിൻ ഹൈസു അലിമു, അറിഞ്ഞ വിഷയമല്ലാത്ത എന്ത് ചെയ്യരുത്, മറ്റൊന്നും പറയരുത്. വഖദ് തകല്ലമ ഫിൽ ഇൽമി മൻ ലൗ അംസക അൻ ബഅലി മാ തകല്ലമ ഫീഹി മിൻഹു ലകാന അൽ ഇംസാകു ഔലാ ബിഹി. ചില ആളുകൾ ഇൽമിൻ്റെ വിഷയത്തിൽ സംസാരിച്ചിട്ടുണ്ട്. അവർ സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണെന്ത് ഏറ്റവും നല്ലത്. വ അഖ്റബ മിനസ് സലാമത്തി ലഹു ഇൻഷാ അല്ലാഹ്, ഏറ്റവും സുരക്ഷിതമായത് അവർ സംസാരിക്കാതിരുന്നാൽ തന്നെ എന്ത് ചെയ്യും, ലോകം അവരുടെ ഷർറിൽ നിന്ന് രക്ഷപ്പെടും എന്ന് പറഞ്ഞു വെക്കാൻ. ഖാല അൽ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാ ഇദാ തകല്ലമ അൽ മർഉ ഫീ ഗൈരി ഫന്നിഹി അതാ ബിഹാദിഹി അൽ അജായിബ്. വളരെ വ്യക്തമാണ്. അതായത് നമ്മുടെ ഫന്നല്ലാത്ത വിഷയത്തിൽ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത്ഭുതങ്ങളൊക്കെ നമ്മൾ പറയും. ഒന്നും ഇല്ലാത്തതൊക്കെ എന്ത് ചെയ്യും, കുറേ പറയുന്ന അവസ്ഥ ഉണ്ടാവും. ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വിഷയം പറയും. ഒരു മുഹന്ദിസ് എഞ്ചിനീയറിനെ സംബന്ധിച്ചിടത്തോളം ആ വിഷയം പറയും. അപ്പോൾ അവർക്ക് അത് അറിയുന്ന മേഖലയാണ്. അതേപോലെയാണ് ദീനി വിഷയം പറയേണ്ടത് ആരാ, ദീൻ അറിയുന്ന ആളുകളാണ്. ഇനി ദീൻ അറിയാത്ത ആളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും, ഒരുപാട് അജായിബുകൾ, അത്ഭുതങ്ങൾ എന്ത് ചെയ്യും, അവർ പറഞ്ഞു വെക്കും എന്ന് ഇബ്നു ഹജർ റഹിമഹുല്ല പറയാം. അപ്പോൾ അതിൽ ഷെയ്ഖ് സ്വാലി അൽ ഹുസൈമി ഹഫിളഹുല്ല പറയുന്ന ഒരു സംഭവമുണ്ട്. ഇമാം ബുഖാരി റഹ്മഹുല്ലയുടെ സ്വഹീഹിനെ കുറിച്ച് പറയുമ്പോൾ ജമഅഹു എന്നുണ്ട്, ജമഅഹു എന്ന് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരാൾ വായിക്കുന്നത് പേരായിട്ടാണ് വായിക്കുന്നത്. ജുമഅ എന്നൊക്കെ എന്ത് ചെയ്യും,
പേരായിട്ട് വായിച്ചിട്ട് എന്ത് ചെയ്യും, ഇതാണ് ഷെയ്ഖിൻ്റെ പേര്. കുറേ ആൾക്കാർ പറഞ്ഞത് ഷെയ്ഖിൻ്റെ പേര് ഇങ്ങനെയാണെന്നാണ് എല്ലാവരും പറഞ്ഞു വെച്ചത്. ഇമാം ബുഖാരി എന്നാണല്ല, ജുമഅ എന്ന് പറഞ്ഞിട്ടാണ് ഷെയ്ഖിൻ്റെ പേര് തുടങ്ങുന്നത് എന്ന് പുതിയൊരു കാര്യം ചെയ്യും അദ്ദേഹം പറയും. അപ്പോൾ അത്രയും വലിയ വിഡ്ഢിത്തരം പറയാൻ കാരണം എന്താ? ഇതിൻ്റെ ആളല്ല, ഈ ഫന്നിൻ്റെ ആളല്ല. അതേപോലെ തന്നെ ഹദീസ് വായിക്കുന്ന സമയത്ത് എന്തുണ്ടാവും? ഹദീസ് വായിക്കുന്ന സമയത്ത് റിപ്പോർട്ടർമാരുടെ ചങ്ങലുണ്ടാവും, ചെയിൻ ഉണ്ടാവും. അതിൽ ഹദ്ദസന എന്നതിന് പകരം ഷോർട്ടാക്കിയിട്ടാണ് കൊടുക്കുക, സന എന്നാണ് കൊടുക്കുക, സാവും നാവും. അതിൻ്റെ ഉദ്ദേശം എന്താ? ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മുഹമ്മദ് അബ്ദുള്ള, അപ്പോൾ ഞാൻ പറയുകയാണ് ഹദ്ദസന, എനിക്ക് റിപ്പോർട്ട് ചെയ്തു ആര്? മുഹമ്മദ്. അൻ ഇങ്ങനെ പറഞ്ഞു പോകും. അതിനുശേഷം സന കൊടുക്കും. അപ്പോൾ അവിടെ നമ്മൾ മൊത്തം വായിക്കണം. ഹദ്ദസന എന്നാണ് എന്ത് ചെയ്യേണ്ടത്? വായിക്കേണ്ടത്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് റിപ്പോർട്ട് ചെയ്ത് തന്നു എന്നാണ്. അപ്പോൾ ഇദ്ദേഹം പറയാണ് സന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുകഴ്ത്തി എന്നാണ്. ഇയാൾ എന്ത് ചെയ്തു? ഇപ്പുറത്തെ ആളെ പുകഴ്ത്തി, ഇതിൻ്റെ ആൾ മറ്റേ ആളെ പുകഴ്ത്തി. അപ്പോൾ സന എന്ന് പറഞ്ഞാൽ അറബിയിൽ എന്തുണ്ട്? പുകഴ്ത്തിന്നുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഫന്നല്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? അജായിബുകൾ വരാനുള്ള കാരണം എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് എന്ത് ചെയ്യും? അജായിബുകൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ആളുകളുടെ മുമ്പിൽ വഷളാകുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? അവരുടെ ഫന്നല്ലാത്ത വിഷയം കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക എന്നാണ്. സുഫിയാനു സൗരി റഹിമഹുല്ല പറയാൻ ഒരുപാട് മുഹദ്ദിസുകളെക്കുറിച്ച്, ഒരുപാട് മുഹദ്ദിസുകൾ ഉള്ള ഒരു സന്ദർഭത്തിൽ സുഫിയാനു സൗരി റഹിമഹുല്ല പറഞ്ഞു വെക്കുന്നത്, അവലൈസ ഖദ് യുദ്റബു മസലുൻ, ഒരു ഉദാഹരണം പറയാറില്ലേ, ഇദാ കസുറൽ മല്ലാഹൂന ഗരിഖത്തിസ് സഫീന, ഒരുപാട് കപ്പിത്താന്മാരുണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കപ്പൽ മുങ്ങിപ്പോകുന്നതാണ്. അതുപോലെയാണ് ഈ പറഞ്ഞ അർഹരല്ലാത്ത ഒരുപാട് ആളുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഷെറാണ് എന്ത് ചെയ്യുക? കൂടുക. നന്മ അല്ല ഉണ്ടാവുക, ഷെറാണ് വർദ്ധിക്കുക. ഇബ്നു ഹസം റഹിമഹുല്ല പറയാൻ, ലാ ആഫത അലൽ ഉലൂമി വ അഹ്ലിഹ, അറിവിനും അറിവിൻ്റെ ആളുകൾക്കുമുള്ള ഏറ്റവും വലിയ അപകടമാണ് അലറ മിനദ് ദുഖലാഇ ഫീഹ വഹും മിൻ ഗൈരി അഹ്ലിഹ, അറിവിൻ്റെ ആളുകളല്ലാത്ത ആളുകൾ എന്ത് ചെയ്തു? അതിൽ പ്രവേശിച്ചു. ഫഇന്നഹും യജ്ഹലൂന വയളുന്നൂന അന്നഹും യഅലമൂൻ, അവർ വിചാരിക്കുന്നത് അവർക്കൊക്കെ അറിയാമെന്നാണ്. പക്ഷെ എന്താണ്? അവർ ജാഹിലീങ്ങളാണ്. വയുഫ്സിദൂൻ, അവർ ഫസാദ് ഉണ്ടാക്കുന്ന ആളുകളാണ്. വയുഖദ്ദിറൂന അന്നഹും യുസ്ലിഹൂൻ, അവർ വിചാരിക്കുന്നത് അവർ സുൽഹ് ഉണ്ടാക്കുന്നു എന്നാണ്. പ്രത്യക്ഷത്തിൽ സത്യത്തിൽ അവർ ചെയ്യുന്നത് എന്താണ്? ഫസാദാണ് അവർ ഉണ്ടാക്കുന്നത്. കമാ അന്ന ഹുനാക അസ്ബാബൻ ഉഖ്റ ഗൈറ മാ ദുകിറ മിൻ അലമിഹ. അപ്പോൾ 3 കാരണങ്ങളാണ് പറഞ്ഞത്. ഇനിയും ചില കാരണങ്ങൾ ഇങ്ങനെ വേഗത്തിൽ പറഞ്ഞു പോകണം, അത് വിശദീകരിക്കുന്നില്ല. ഒന്ന്, അൽ വുഖൂഉ ഫിൽ മആസി വദ്ദുനൂബ്, തെറ്റുകളിൽ എന്ത് ചെയ്യുക? ഏർപ്പെടുക. തെറ്റുകളിൽ ഏർപ്പെട്ടത് കാരണത്താൽ എന്ത് ചെയ്യും? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകുന്ന അവസ്ഥയുണ്ടാകും. വത്തിബാഇൽ ഹവ, ദേഹേച്ഛയെ പിൻപറ്റിയിട്ട് എന്ത് ചെയ്യുക? ഒരേ മനഹജിലുള്ള ആളുകൾ, ഓൻക്കെന്തല്ല മറ്റോൻ ഇഷ്ടമല്ല, എന്തെങ്കിലും വ്യക്തിപരമായ പ്രശ്നമായിരിക്കും. ആ വ്യക്തിപരമായ പ്രശ്നം എന്തിൻ്റെ പ്രശ്നമായിട്ട് മാറും? ദീനിൻ്റെ പ്രശ്നമായിട്ട് മാറും. ദീനിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവില്ല, എന്നിട്ട് ആളുകളുടെ ഇടയിൽ അത് ദീനിൻ്റെ പ്രശ്നം. ചുരുക്കി പറഞ്ഞാൽ എന്താണ്? വ്യക്തിപരമായ പ്രശ്നമാണ്. അതേപോലെ വ മുഖാലഫത്തി നുസൂസിൽ ആമിറ ബിൻ നസീഹത്തി ലികുല്ലി മുസ്ലിം, എല്ലാ മുസ്ലിമിനോടും നസീഹത്ത് വേണം. അപ്പോൾ എല്ലാ മുസ്ലിമിനോടും നസീഹത്ത് വേണം എന്ന് പറഞ്ഞ ഹദീസുകളുണ്ട്, എന്ന് പറഞ്ഞ ആയത്തുകളുണ്ട്. ഇതിനോടൊന്നും കൂറ് പുലർത്താതിരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നസീഹത്തില്ലാതെ എന്ത് ചെയ്യും? പെരുമാറും. എന്തിലേക്ക് എത്തിക്കും? ഫുർഖത്തിലേക്ക്, ആളുകൾ പരസ്പരം വേർതിരിയുന്ന, ചേരിതിരിയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കും. അടുത്തത് ഷെയ്ഖ് പറഞ്ഞു വെക്കുന്നത്, ഈ പറഞ്ഞ കാര്യങ്ങൾ, ഒരുപാട് കാരണങ്ങൾ പറഞ്ഞല്ലോ, പരസ്പരം തെറ്റിപ്പോകാനുള്ള ഒരുപാട് കാരണങ്ങൾ പറഞ്ഞു. അടുത്ത ബാബിലൊക്കെ പറഞ്ഞു വെക്കുന്നത് എങ്ങനെയാണ് ഇതിനെ ചികിത്സിക്കുക എന്നുള്ളതാണ്. ഇതിൽ നിന്ന് എങ്ങനെ രക്ഷ നേടും, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? അത് നമുക്ക് ഓരോന്നായി വളരെ വ്യക്തമായി മനസ്സിലാക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഹക്കിനെ ഹക്കായി മനസ്സിലാക്കുവാനും ബാത്തിലിനെ ബാത്തിലായി മനസ്സിലാക്കി അതിൽ നിന്ന് വിട്ടു നിൽക്കുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.